യേശുക്രിസ്തുവിന്റെ സ്തുതിയുമായ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട സഭായോഗത്തിൽ നമുക്കൊന്നിച്ച് കർത്താവിനെ ആരാധിപ്പാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ നല്ല കൃപയ്ക്കായി, നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. എന്നെ കാണുന്ന എല്ലാ ദൈവജനത്തിനും യേശുക്രിസ്തുവിന്റെ സ്തുതിയും ധന്യവുമായ നാമത്തിൽ സ്നേഹവന്ദനം. ഈ ആത്മീയ കൂട്ടായ്മയിൽ വിശുദ്ധ സഭായോഗത്തിൽ കടന്നു സംബന്ധിക്കുന്ന എല്ലാ ദൈവജനത്തിനും ഒരിക്കൽ കൂടി ക്രിസ്തുവിൽ വന്ദനം അറിയിച്ചുകൊണ്ട് ദൈവത്തിനെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീക ദൂതിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ആവർത്തന പുസ്തകം 5-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. ആവർത്തന പുസ്തകം 5-ാം അധ്യായം 24-ാമത്തെ വാക്യം. തീയുടെ നടുവിൽ നിന്ന് അവന്റെ ശബ്ദം ഞങ്ങൾ കേട്ടിരിക്കുന്നു. ദൈവം മനുഷ്യരോട് സംസാരിച്ചിട്ടും അവർ ജീവനോടെ ഇരിക്കുമെന്ന് ഞങ്ങൾ ഇന്ന് കണ്ടുമിരിക്കുന്നു. സ്തോത്രം. ഈ വാക്യം വല്ല പരിചയമുണ്ടോ? ഈ വാക്യം വായിച്ചിട്ട് ചെറിയൊരു പരിചയമുള്ളതായി തോന്നുന്നല്ലേ? സ്തോത്രം. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതെല്ലാം മറന്നുപോയോ? ദൈവത്തിന് മഹത്വം ഉണ്ടാകുക. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയ വേദഭാഗത്തു നിന്നാണ് ഇന്നത്തെ തുടക്കം. ദൈവശബ്ദം എന്ന പദവുമായി ബന്ധപ്പെട്ട് നാം കഴിഞ്ഞ ആഴ്ചയിൽ ചില കാര്യങ്ങൾ നാം ചിന്തിച്ചു. എന്നാൽ ആ സന്ദേശം, ആ ദൂത് പൂർത്തീകരിക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് ഇന്ന് അതിന്റെ തുടർച്ചയായിട്ടാണ് എടുത്തത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ അവസാനം നിർത്തിയ വാക്യത്തിൽ നിന്ന് തന്നെ ആ വാക്യം വായിക്കാനിടയായിത്തീർന്നു. ആവർത്തന പുസ്തകം 5-ന്റെ 24 ആണ് നാം വായിച്ചു കേട്ടത്. തീയുടെ നടുവിൽ നിന്ന് അവന്റെ ശബ്ദം ഞങ്ങൾ കേട്ടിരിക്കുന്നു. ദൈവം മനുഷ്യരോട് സംസാരിച്ചിട്ടും അവർ ജീവനോടെ ഇരിക്കുമെന്ന് ഞങ്ങൾ ഇന്നും കണ്ടുമിരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവർ തീയുടെ നടുവിൽ നിന്നും സംസാരിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ള കാര്യം വാസ്തവമാണ്. 2, ആ ശബ്ദം ഞങ്ങൾ കേട്ടിട്ടും ഞങ്ങൾ ഇന്നും ജീവനോടെ അവർ ജീവനോടെ ഇരിക്കുമെന്ന് ഞങ്ങൾ ഇന്ന് കണ്ടുമിരിക്കുന്നു. കേട്ടോ, സ്തോത്രം. അതായത് തീയുടെ നടുവിൽ നിന്നും ശബ്ദം കേട്ട ദൈവജനം ഇന്നും ജീവനോടെ ഇരിക്കുന്നത് ഞങ്ങൾ കണ്ടുമിരിക്കുന്നു എന്നാണ് വായിച്ച വേദഭാഗത്തിന്റെ അർത്ഥം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. നിശ്ചയമായിട്ടും ഇന്ന് പകലിൽ ഒരു ആത്മീക ദൂത് പറഞ്ഞ് ഈ സന്ദേശം ആരംഭിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്കകത്ത് നാം കേൾക്കുന്ന ദൈവശബ്ദങ്ങൾ നമ്മെ തകർത്ത് കളവാനുള്ളതല്ല, അടുത്തൊരു തലം നമ്മുടെ മുമ്പിൽ തുറക്കുവാൻ വേണ്ടിയാണ്. എത്ര പേർക്ക് ഇന്ന് പകൽ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നു? പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് നാം കേൾക്കുന്ന ദൈവശബ്ദം നമ്മെ തകർത്ത് കളയാനുള്ളതല്ല, അത് നമ്മുടെ അടുത്ത തലം നമ്മുടെ ലൈഫിൽ തുറക്കാനാണ്. ചില പ്രതിസന്ധികൾ വരുമ്പോൾ, എന്താ പാസ്റ്ററെ ഇങ്ങനെ വരുന്നത്? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, സഭയിൽ വരുന്നുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് എനിക്കിങ്ങനെ എന്ന ചോദ്യത്തിന് ഈ വചന വെളിപ്പാടിൽ ഒരു ദൂതേ പറയാനുള്ളൂ. ദൈവത്തിന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടിയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഓരോ ഭക്തന്റെ ജീവിതത്തിനകത്തും വെളിപ്പെടുന്ന പ്രതിസന്ധി, പ്രതികൂലം തകർത്ത് കളയുമെന്ന് വാദിക്കുമ്പോൾ, പ്രാണനെ എടുത്തു കളയുമെന്ന് വാദിക്കുമ്പോൾ, ഒരു കാര്യം ഇന്ന് പകൽ അവൻ ആലോചന കൈമാറാ. അവൻ നീ പട്ടുപോകത്തില്ല. ഈ പ്രതിസന്ധി നീ ചിലത് കേൾക്കാൻ വേണ്ടിയാ, നീ ചില ദൈവശബ്ദം കേൾക്കാൻ വേണ്ടിയാ. ഇതിനകത്ത് തകർന്നു പോകുമെന്നുള്ളതല്ല, ഇതിനകത്ത് അവൻ നിന്നെ കരുത്താക്കുന്ന, നിന്നെ ബലപ്പെടുത്തുന്ന ചില ദൈവശബ്ദം ഇന്ന് പകലിൽ കേൾക്കാൻ വേണ്ടിയാ. ഇന്ന് പകൽ എന്നെ ശ്രമിക്കുന്ന ദൈവജനമേ, നിങ്ങളുടെ ലൈഫിനകത്ത് ഇന്നലകളിൽ ഇന്ന് നിങ്ങൾ ജീവനോടെ ഇരിക്കുന്നതും ഇന്നലകളിൽ നിങ്ങൾ അനുഭവിച്ച സാഹചര്യത്തിനകത്ത് നിങ്ങൾ കേട്ട ദൈവശബ്ദം ഒന്നാണ്. പ്രിയരെ, ഇയ്യോബ് എന്ന ഭക്തന്റെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വരാം. ഇയ്യോബ് എന്ന ഭക്തന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവന്റെ ജീവിതത്തിൽ അവൻ കേട്ട ശബ്ദമൊന്നും, ആമേൻ, സ്തോത്രം, 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 അവൻ കേട്ട ശബ്ദമൊന്നും അവന്റെ പ്രതിസന്ധിയിൽ അവനെ ബലപ്പെടുത്തുന്നതല്ലായിരുന്നു. പ്രിയരെ, ഞാൻ പറയാം, അവൻ കേട്ട മനുഷ്യന്റെ ശബ്ദത്തെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചു. മാനുഷിക ശബ്ദത്തിന്റെ
വൈരുദ്ധ്യങ്ങൾ, മാനുഷിക ശബ്ദത്തിന്റെ വ്യത്യാസങ്ങൾ, ഒരതരത്തിൽ നിന്ന് അനുഗ്രഹവും ശാപവും വരുന്നത് നാം ചിന്തിച്ചു. അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഇവിടെ ഇന്ന് പകൽ ദൈവശബ്ദത്താണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ദൈവത്തിന്റെ ശബ്ദം ഇന്ന് പകലിൽ നിങ്ങൾ കേൾക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ പദം വീണ്ടും ആവർത്തിക്കാം. ഈ പകലിൽ ആമേൻ പാസ്റ്റർ അനീഷിന്റെ ശബ്ദം കേൾക്കാൻ ഇതിനകത്ത് ആരും വേണ്ട, അങ്ങനെ ആരും ഇരിക്കണ്ട. അങ്ങനെ കേൾക്കേണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം. ഇന്ന് പകലിൽ എന്റെ ശബ്ദമല്ല, എന്റെ ശബ്ദത്തെ കവിയുന്ന ഒരു ദൈവ ശബ്ദം നിങ്ങളുടെ കാതുകളിൽ നിങ്ങൾ കേൾക്കാൻ, നിങ്ങളുടെ അന്തരാത്മാവിൽ നിങ്ങൾ കേൾക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ആമേൻ ഇന്ന് പകലിൽ കേൾക്കപ്പെടുന്നത് വാക്കുകൾ ഒതുങ്ങത്തില്ല. അതൊരു വിടുതലായി, അതൊരു പ്രവൃത്തിയായി, അതൊരു അത്ഭുതമായി നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കാൻ പോകുകയാണ്. എത്രവർക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കുന്നു? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. അപ്പം അവൻ ഇയ്യോബ് കേട്ട ശബ്ദമൊന്നും അവൻ സ്തോത്രം അവനെ ബലപ്പെടുത്തുന്നതല്ല, അവനെ കരുത്തുള്ളതാക്കുന്നത് അല്ല. എന്താണ് ഇയ്യോബിന്റെ പ്രതിസന്ധി? എന്താണ് ഇയ്യോബ് കേട്ട ശബ്ദം? രണ്ട് ശബ്ദങ്ങൾ ഇയ്യോബ് കേട്ടു. ഒന്ന് മാനുഷിക ശബ്ദങ്ങളും, രണ്ട് ദൈവിക ഇടപെടലും, ദൈവിക ശബ്ദവും. എന്താണ് ഇയ്യോബിന്റെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധി? അവൻ സാത്താൻ യഹോവയാം ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് ഇയ്യോബിനെ അവൻ ചുറ്റിയിരിക്കുന്ന വേലികൾ പൊളിച്ച് അവനെ ഒന്ന് വിട്ടുതരിക, അവനെ ഞാൻ ദൈവത്തെ തള്ളിപ്പറയുന്ന അല്ലെങ്കിൽ ദൈവത്തെ തെളിച്ചു പറഞ്ഞ് മരിച്ചു കളയുന്ന ഒരു അനുഭവത്തിലേക്ക് അവനെ ആക്കിത്തരാമെന്ന് ശത്രു പറയുമ്പോൾ ദൈവം ഒരു മനുഷ്യനെ കുറിച്ച് അഭിമാനത്തോടെ പറയുക, അവന്റെ പ്രാണനെ മാത്രം തുടരുത്, നീ അവനെ എന്നാ വേണമെങ്കിലും ചെയ്തോ. പത്രോസിന്റെ കാര്യത്തിൽ പിശാച് പലതവണ തമ്പുരാനോട് ചോദിച്ചിട്ട് വിട്ടുകൊടുക്കാത്തതിന്റെ കാരണം അവൻ തകർന്നു പോകുമെന്നറിയാം, അവൻ വിട്ടുപോകുമെന്നറിയാം. പക്ഷെ ഇയ്യോബിന്റെ കാര്യത്തിൽ ദൈവത്തിനൊരു ഉറപ്പുണ്ടായിരുന്നു. എന്തെല്ലാം ജീവിതത്തിൽ വന്നാലും ഭക്തൻ എന്നെ വിട്ടു മാറത്തില്ല, എന്നെ വിട്ടു മാറത്തില്ല. ഇന്ന് പകൽക്കാലം ഒരു ദൂത് കൈമാറാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രതിസന്ധി വരുമ്പോൾ പ്രാർത്ഥന നിർത്തുന്നവരെ ദൈവത്തിന് ആവശ്യമില്ല. പ്രതികൂലം വരുമ്പോൾ ആരാധനയ്ക്ക് പോക്ക് നിർത്തുന്നവരെ ദൈവത്തിന് ആവശ്യമില്ല. പ്രതികൂലം വരുമ്പോൾ ജീവിതത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനകളും തീച്ചുളകളും വരുമ്പോൾ ദൈവജനത്തോടും ദൈവദാസനോടും ബന്ധപ്പെടാൻ കഴിയാത്തവരെ ദൈവത്തിന് ആവശ്യമില്ല. ഇന്ന് പകൽ തീച്ചുളയുടെ അനുഭവങ്ങൾ 7 മടങ്ങായി കൂടുമ്പോഴും അതിനേക്കാൾ അപ്പുറമായി നിന്റെ അന്തരാത്മാവിൽ നിന്നും ഒരു പ്രാർത്ഥനയുടെ ശബ്ദമുയർന്നാൽ, ഒരാരാധനയുടെ ശബ്ദമുയർന്നാൽ ഉറപ്പാണ് നിന്റെ ആരാധനയെ പോലും തകർക്കാൻ കഴിയാത്ത സ്തോത്രം ആ തീക്ക് നിന്റെ ആരാധനയെ പോലും തകർക്കാൻ കഴിയത്തില്ലെന്ന് പരിശുദ്ധാത്മാവ് തെളിയിക്കും. ഇന്ന് പകൽ ഒരു സൈഡിൽ പ്രതിസന്ധിയാണ്, ഒരു സൈഡിൽ വിഴുങ്ങുവാൻ ശത്രു വാതു വന്നു നിൽക്കുന്നു, ഒരു സൈഡിൽ തീയുടെ ചൂട് കൂടുക. പക്ഷെ ഇന്ന് സഭയ്ക്കകത്ത് വന്ന കരമടിച്ച് ആത്മാവിൽ ആരാധിക്കുന്നതിന്റെ കാരണം എന്റെ വിഷയം തീയല്ല, തീയുടെ ബലത്തെ കെടുത്തുന്നവൻ ഇന്ന് പകൽ ഇതിനകത്ത് ആരാധനായി ഇറങ്ങി വന്നിട്ടുണ്ട്. എന്താ പ്രതിസന്ധി ഉണ്ടായിട്ടും ആരാധിക്കുന്നത്? എന്താ വഴികൾ അടഞ്ഞിട്ടും ആരാധിക്കുന്നത്? എന്താ പ്രതികൂലം ഉണ്ടായിട്ടും പ്രാർത്ഥിക്കുന്നത്? ഒറ്റ കാര്യം, എന്തോ തമ്പുരാൻ ചെയ്യാൻ പോകുക, എന്തോ തമ്പുരാൻ ചെയ്യാൻ പോകുക. പ്രതിസന്ധിക്കകത്ത് അവൻ എന്തോ ഒരു വലിയ നന്മ വെളിപ്പെടാൻ പോകുന്നു, എന്തോ ഒരു വലിയ അത്ഭുതം വെളിപ്പെടാൻ പോകുന്നു. ഇന്ന് വിശ്വസിക്കുന്ന ദൈവജനം ആത്മാവിൽ ഈ ദൂതിനെ റിസീവ് ചെയ്താണ്. അപ്പൊ ഇയ്യോബ് കേട്ട ദൈവശബ്ദം, ഇയ്യോബിന്റെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധി. ദൈവം സകലതും വേലിയെല്ലാം പൊളിച്ച് ഇയ്യോബിനെ തൊടുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇയ്യോബിനെ തൊടുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഇയ്യോബിന്റെ ലൈഫിനകത്ത് പ്രാണനെ മാത്രം തൊടാതെ അവന്റെ ഉച്ച മുതലുള്ള കാൽ വരെ മൊത്തത്തിൽ പിശാച് നന്നായി തോറ്റു. അവനുണ്ടായിരുന്ന അവന്റെ മക്കൾ മരിച്ചു. 10 മക്കൾ ഒരു ദിവസം ഒരു വീടിന്റെ വീട്ടുമുറ്റത്ത് 10 മക്കളുടെ ബോഡി നിരത്തി വെക്കുമ്പോൾ മറന്നുപോകുന്നത് ഒരു പിതാവിനുണ്ടാകുന്ന വേദന എത്രത്തോളം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവനുണ്ടായിരുന്ന സ്വത്ത്, സമ്പത്ത്, ഒട്ടകങ്ങൾ, ആടുമാടുകൾ എല്ലാം നശിച്ചു, എല്ലാത്തെയും. പക്ഷെ ഭക്തൻ പറഞ്ഞൊരു പദമുണ്ട്, യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ പ്രതിസന്ധി വന്നാലും അപ്പന്റെ നാമത്തെ ഉയർത്തുന്ന ഒരു ഭക്തൻ. ദൈവത്തിന് മഹത്വം. പ്രതികൂലം വന്നിട്ടും
പ്രതികൂലത്തെ വലുതായി ചിത്രീകരിക്കാതെ അപ്പന്റെ നാമത്തെ ഉയർത്തുന്ന ഒരു ഭക്തൻ ഇന്ന് പകൽ എത്ര പേർക്ക് സാധിക്കും? പ്രതികൂലം വരുമ്പോഴും പ്രതിസന്ധി വരുമ്പോഴും നീ സേവിക്കുന്നവന്റെ നാമത്തെ ഉയർത്താൻ എത്ര പേർക്ക് സാധിക്കും? ഇന്ന് പകൽ അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നീ മനുഷ്യന്റെ വാക്ക് കേട്ടിട്ട് ഇറങ്ങിയതല്ല. എന്തോ കാതലായ ദൈവശബ്ദം നിന്റെ അന്തരാത്മാവിൽ മുഴങ്ങുന്നത് കൊണ്ടാണ്. എന്തോ കാതലായ ദൈവശബ്ദം നിന്റെ അന്തരാത്മാവിൽ മുഴങ്ങുന്നത് കൊണ്ടാണ് പിന്മാറിപ്പോകേണ്ട സാഹചര്യങ്ങൾ വന്നിട്ട് പിന്മാറിപ്പോകാതെ ഇന്ന് നിൽക്കുന്നെങ്കിൽ, പുറകോട്ട് പോകേണ്ട സാഹചര്യങ്ങൾ വന്നിട്ട് ഇന്ന് പുറകോട്ട് പോകാതെ നിൽക്കുന്നെങ്കിൽ എന്തോ ഒരു കാതലായ ദൈവശബ്ദത്തിന്റെ അകത്തളങ്ങൾ 18 കാരണം ഇത് അന്ത്യകാലമാകിയാൽ അനേകം പിന്മാറിപ്പോകുമ്പോൾ, അനേകം ഒഴിഞ്ഞു പോകുമ്പോൾ നിനക്കും വേണമെങ്കിൽ പിന്മാറിപ്പോകാം. എന്നാൽ പോകാൻ കഴിയാതെ അപ്പനുമായ ഒരു ബന്ധത്തിൽ തന്നെ ഇപ്പോഴും ആയിരിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം നിന്റെ അന്തരാത്മാവിൽ ഒരു കാതലായ ദൈവശബ്ദം ഇപ്പോഴും മുഴങ്ങുന്നുകൊണ്ട് ഭീഷൺ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ എന്നെ ക്രിസ്ത്യാനിയാക്കാൻ നോക്കുന്നുവോ? പൗലോസ് പറയുന്ന ഒരു പദം, ഈ ചെങ്ങല ഒഴികെ നീയും എന്നെ പോലെ ആകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ പൗലോസ് ചെങ്ങല ധരിച്ചിട്ടും പിന്മാറാത്തത്? എന്താ പൗലോസെ കാലാഗ്രഹവും ലഭിച്ചിട്ടും പിന്മാറാത്തത്? ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ന്യായപ്രമാണം ജ്വലിച്ചു നിന്നപ്പോൾ സഭകളെ മുഴുവനും പീഡിപ്പിച്ചവൻ, അടച്ചവൻ, ഉപദ്രവിച്ചവൻ, രക്തസാക്ഷിയായ സ്തെഫാനോസിന്റെ വസ്ത്രം സൂക്ഷിപ്പുകാരൻ. എന്നാൽ ന്യായപ്രമാണത്തിന്റെ കെട്ടുപൊട്ടി കൃപ അകത്തളങ്ങളിൽ കത്താൻ തുടങ്ങിയപ്പോൾ ക്രിസ്തുവിന് വേണ്ടി ചെങ്ങല ധരിപ്പാനും കാരാഗ്രഹങ്ങളിൽ വാസം ചെയ്യാനും മടിയില്ലാത്തതിന്റെ കാരണം എന്താ? 5 വട്ട കോലുകൊണ്ട് അടികൊണ്ടു എന്ന് അവൻ വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പോസ്തലൻ പറയുമ്പോഴും എന്താ സ്തോത്രം പൗലോസെ വിട്ടേച്ചു പോകാഞ്ഞത്, ഇട്ടേച്ചു പോകാഞ്ഞത്? ഒറ്റപ്പദം പൗലോസ് പറയും, ഞാൻ കേട്ടത് മനുഷ്യന്റെ ശബ്ദമല്ല, ഞാൻ കേട്ടത് ദൈവ ശബ്ദമാണ്. എന്താ കേട്ടത്? നീ ഉപദ്രവിക്കുന്ന നാസറേയനായ യേശുവാകുന്നു ഞാൻ. കേട്ടോ, ആ പദം വളരെ പരമാർത്ഥമാണ്. വളരെ പ്രാധാന്യതയുള്ളതാണ്. നമുക്കത് നിസ്സാരമെന്ന് തോന്നിയാൽ ശൗലിന്റെ ജീവിതത്തിൽ ശൗൽ എടുത്തെടുത്ത് പറയുന്ന സാക്ഷ്യം പറയുമ്പോൾ എടുത്തെടുത്ത് പറയുന്ന പദം ഉയരത്തിൽ നിന്നും നട്ടുച്ച നേരത്ത് സൂര്യനെ കവിയുന്ന ഒരു ശക്തി എന്റെ മേൽ ഇറങ്ങി വന്നു എന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് നിർത്തുകയല്ല, ആ ശക്തിക്കകത്തു നിന്നും ഒരു ശബ്ദം ഇടപെട്ടു. കണ്ടോ, പഴയ നിയമത്തിനകത്ത് തീക്കകത്തു നിന്നും വെളിപ്പെട്ട ദൈവശക്തി പുതിയ നിയമത്തിനകത്ത് സ്തോത്രം സൂര്യനെ വെല്ലുന്ന വെളിച്ചത്തിനകത്തു നിന്നും ഒരു ശക്തി അവനോട് സംസാരിക്കുക. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്താ? അടുത്ത മറുപടി, നീ ആരാകുന്നു കർത്താവേ? ഇന്ന് പകലിൽ മറന്നു പോകരുത്. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ശൗലിന്റെ യഥാർത്ഥമായ ഒരു പരിവർത്തനം ഉണ്ടായത്. ശൗലിനെ ഞെട്ടിച്ചു കളഞ്ഞത് എന്താ? ചോദ്യത്തിന്റെ ഉത്തരം, നീ ആരാകുന്നു കർത്താവേ? അടുത്ത പദം, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. ഇന്ന് പകലിൽ മറന്നു പോകരുത്. പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയും, ഈ ചങ്ങല ധരിക്കുന്നത്, ഈ കാരാഗ്രഹത്തിൽ വാസം ചെയ്യുന്നത്, കോല് കൊണ്ടുള്ള അടിയേൽക്കുന്നത് മറ്റൊന്നും കൊണ്ടുമല്ല. ഞാൻ കേട്ട ഒരു ശബ്ദം, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. ഇന്ന് പകലിൽ മറന്നു പോകരുത്. ആ ശബ്ദം എന്റെ അന്തരാത്മാവിൽ ഇപ്പോഴും മുഴങ്ങുന്നത് കൊണ്ടാണ് ഇതെല്ലാം ഞാൻ വളരെ ഗംഭീരതയോടെ അനുഭവിക്കുന്നത്. നമ്മളെക്കാളൊക്കെ എത്രയോ മടങ്ങ് പിന്മാറിപ്പോകാൻ സാധ്യതയുള്ള ഒരു ഭക്തരാണെന്നറിയാമോ പൗലോസ്? തനിക്ക് നേരിട്ട അപകടങ്ങളും ഉപദ്രവങ്ങളെ കുറിച്ച് താൻ പറയുന്നു. പൈതാഹം, പട്ടിണി, നഗ്നത, വാള്, കള്ളസഹോദരന്മാരുടെ ആപത്ത്, കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്, ഇങ്ങനെ അങ്ങോട്ട് വിശുദ്ധീകരിച്ച് അങ്ങോട്ട് പറയുമ്പോൾ, ഓരോന്ന് വായിക്കുമ്പോൾ നമ്മളായിരുന്നെങ്കിൽ എന്തേ സ്തോത്രം മതി എന്ന് പറഞ്ഞ് പുറകോട്ട് പോയനെ. അന്തരാത്മാവിൽ ശബ്ദം കേട്ടവരെ പിന്തിരിപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അന്തരാത്മാവിൽ ദൈവശബ്ദം കേട്ടവനെ പിന്തിരിപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ദാനിയേലേ സ്തോത്രം 2 ചില ദിവസങ്ങൾ ഭക്ഷിക്കാതെ കിടക്കുന്ന ഭക്ഷിക്കാതെ കിടക്കുന്ന ഒരുവനെ ഗുഹയ്ക്കകത്തുള്ളത് ഒരു സിംഹമാണുള്ളത്. നിന്റെ ശരീരം കടിച്ചു കീറണോ അതോ നീ അവനെ നമസ്കരിക്കുമോ? ദാനിയേലിന് പറയാൻ
ഒറ്റ മറുപടിയേ ഉള്ളൂ. എന്താ അങ്ങ് പറയാനുള്ള മറുപടി എന്താണെന്നറിയാമോ? അവൻ ഞാനൊരു ശബ്ദം കേട്ടു. ഞാൻ കേട്ട ശബ്ദം സിംഹത്തിന്റെ ഗർജനമല്ല. ഇന്ന് പകലിൽ നാം ദൈവശബ്ദം കേൾക്കാത്തതിന്റെ കാരണം നാം കേൾക്കുന്നത് പ്രതിസന്ധിയുടെ ഹുങ്കാരമായ ശബ്ദമാണ്. പ്രതിസന്ധിയുടെ കാഠിന്യത്തിന്റെ ശബ്ദമാണ്. തീച്ചൂള 7 മടങ്ങായി വർദ്ധിച്ചതിന്റെ ശബ്ദമാണ്. നമ്മെ തകർക്കാൻ വേണ്ടി, നമ്മെ കൊല്ലുവാൻ വേണ്ടി വാളുകൊണ്ട് രാകുന്നതിന്റെ ശബ്ദമാണ് നാം കേൾക്കുന്നത്. എന്നാൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്, നാം കേൾക്കേണ്ടത് പ്രതിസന്ധിയുടെ ശബ്ദമല്ല. പ്രതിസന്ധികളുടെ നടുവിൽ അവൻ വാളിന് മൂർച്ച കൂട്ടുമ്പോഴും, സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് ഒരു സിംഹം ഗർജിക്കുമ്പോഴും എന്റെ പ്രാർത്ഥനാമുറി ഞാൻ കേട്ടത് എന്നെ കടിച്ചു കീറാൻ നിൽക്കുന്ന ശത്രുവിന്റെ ശബ്ദമല്ല. അതിന്റെ നടുവിൽ നിന്നും എന്നെ വിടുവിപ്പാൻ കരുത്തനായ ഒരു ദൈവ ശബ്ദം. ചില വീടുകളുടെ അകത്ത് വിടുവിപ്പാൻ കരുത്തനായ ദൈവത്തിന്റെ കരമറങ്ങുന്നു. നാളുകളായി ലോകത്തിൽ വഹിക്കുകയല്ലേ, നാളുകളായി ഈ ഭാരം ചുമക്കുകയല്ലേ. ഇന്ന് പകൽ വിശ്വസിക്കുക, നിന്റെ വീടിനകത്തേക്ക് ഈ കരമറങ്ങുന്നു. അവൻ ചില ഭവനങ്ങൾക്കകത്തേക്ക്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില ഭവനങ്ങളുടെ അകത്തളങ്ങളിലേക്ക് ഇന്ന് പകൽ വിടുവിക്കുന്നവന്റെ കരം ഇന്ന് പകൽ ഇറങ്ങി വരിക. എത്ര പേർ വന്ന് വീടുകൾ കയറി ഇറങ്ങി പ്രാർത്ഥിച്ചു, ഒരു വിടുതലില്ല, ഒരു മാറ്റമില്ല. എന്നാൽ ഇന്ന് പകൽ ചില കുടുംബങ്ങളോട് ദൈവാത്മാവ് ഇടപെടുക. അവൻ നിന്റെ പ്രാണനുമിനെ കവിയാൻ നോക്കുന്ന യോർദാന്റെ ശബ്ദം കേൾക്കുന്നത് മതി. ഇന്ന് പകലിൽ നീ ദൈവ ശബ്ദം കേൾക്കുക. നീ പുറത്തു വരേണ്ട പകലായി, നിന്റെ ഭവനം പുറത്തു വരേണ്ട പകലായി, അവൻ നിന്റെ തലമുറ പുറത്തു വരേണ്ട പകലായി വിശ്വാസത്തോടെ ആത്മാവിൽ ഈ ദൂതനെ സ്വീകരിക്കാമെങ്കിൽ ഒരു വിടുതൽ നിങ്ങളുടെ ലൈഫിനകത്ത് സംഭവിക്കാൻ പോകുകയാണ്, നിങ്ങളുടെ വീടിനകത്ത് സംഭവിക്കാൻ പോകുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിന് സാരം, അവൻ ശത്രുവിന്റെ ഹൂങ്കാര ശബ്ദമല്ല കേൾക്കേണ്ടത്, സിംഹത്തിന്റെ ഗർജനമല്ല കേൾക്കേണ്ടത്, അതിലപ്പുറമായി മുഴങ്ങി നിൽക്കുന്ന ദൈവത്തിന്റെ ശബ്ദം ഇന്ന് പകൽ കേൾക്കാമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന്റെ ശബ്ദത്തോട് പകരം വെക്കാൻ ഒരു വാളിന്റെ അവൻ വായ്ത്തലരാകുന്ന ശബ്ദത്തിന് പറ്റത്തില്ല. അവൻ ദൈവത്തിന്റെ ശബ്ദത്തോട് പകരം വെക്കാൻ ഒരു സിംഹത്തിന്റെ ഗർജനത്തിനും സാധ്യമല്ല. അവൻ സ്തോത്രം, ഹല്ലേലൂയ. അവൻ ദൈവ ശബ്ദത്തോട് പകരം വെക്കാൻ അവൻ 7 മടങ്ങായി വർദ്ധിപ്പിച്ച ഈ ചൂളയുടെ ശബ്ദത്തിന് സാധ്യമല്ല. ഇന്ന് പകൽ ആത്മാവിൽ നിങ്ങളെ നോക്കി പ്രവചിക്കാം, സഹോദര സഹോദരി, അവൻ സ്തോത്രം, നിങ്ങളുടെ ലൈഫിനകത്ത് വെളിപ്പെടുന്ന പ്രതിസന്ധി നിങ്ങൾ കേൾക്കുന്ന ദൈവ ശബ്ദത്തോളം അവൻ തുല്യം വെക്കാൻ അത് സാധ്യമല്ല. അങ്ങനെയെങ്കിൽ ദൈവശബ്ദത്തിന്റെ ആഴങ്ങളിലേക്ക് ഒന്നാണ്. ദൈവശബ്ദത്തിന് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും ഇത്രത്തോളം ഡീപ്പായിരുന്നു ആ ശബ്ദം. അടങ്ങി വരട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പം ദാനിയേലിന്റെ ജീവിതത്തിൽ ശത്രു എല്ലാം തകർത്തു കളഞ്ഞു. യോബിന്റെ ജീവിതത്തിൽ ശത്രു എല്ലാം തകർത്തു കളഞ്ഞു. ജീവിതത്തിൽ ഒരു മുന്നേറ്റമില്ല, ഒരു പടി പോലും മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. ഈ പ്രതിസന്ധിക്കകത്തിരിക്കുമ്പോൾ താൻ കേട്ട 2 മാനുഷിക ശബ്ദത്തെ പരിചയപ്പെടുത്തും. ഈ പ്രതിസന്ധിക്കകത്തിരിക്കുമ്പോൾ താൻ കേട്ട 2 മാനുഷിക ശബ്ദങ്ങൾ. നമ്മുടെ നാടുഭാഷയിൽ ഇരുതിയിൽ എണ്ണ കോരി ഒഴിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ പ്രതിസന്ധിക്കകത്തിരിക്കുന്നവൻ കേട്ട മനുഷ്യന്റെ ശബ്ദം ഹൃദയങ്ങളെ തകർത്തുകളയുന്ന ശബ്ദമാണ്. പക്ഷെ അതിന്റെ നടുവിലും ഭക്തൻ ദൈവശബ്ദം കേട്ടു. ദൈവത്തിന് മഹത്വം ഉണ്ടാകുക. എന്താ യോബ് കേട്ട 2 മാനുഷിക ശബ്ദം? തന്റെ സ്നേഹിതന്മാരായ പ്രവാചകന്മാർ വീട്ടിൽ വന്നിട്ട് ഒരു പ്രവചനം നടത്തി. എന്താ പ്രവചനം? നീ എന്തോ വലിയ പാപം ചെയ്തിരിക്കുന്നു, ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. ഒന്നാമത്തെ മാനുഷിക ശബ്ദം, മാനുഷിക പ്രവചനം. രണ്ടാമത്തെ ദൂത് ഭാര്യയിൽ നിന്നാണ്. രണ്ടാമത്തെ ശബ്ദം പറയുക, ഭക്തി മുറുകെ പിടിക്കാതെ ത്യജിച്ച് കളഞ്ഞ് മരിച്ചു കളയാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രതിസന്ധിയുടെ നടുവിൽ വെളിപ്പെട്ട പൈശാചിക ശബ്ദം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പിശാച് അവരെ കൊണ്ട് പറയിപ്പിച്ചത്. പക്ഷേ അതിന്റെ നടുവിലും ഭക്തൻ ദൈവശബ്ദം കേട്ടു. ഹല്ലേലൂയ. ഭാര്യ പറയുമ്പോഴും
തിരിച്ചു പറയാൻ മറുപടി ഉണ്ട്. നീ പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കും. ഒന്ന് വെളിപ്പെടാൻ പോകുന്നു, ഒന്ന് സംഭവിക്കാൻ പോകുന്നു. സ്തോത്രം. ആ സംഭവിക്കാൻ പോകുന്ന വിടുതൽ ഈ ആത്മക്കണ്ണും കൊണ്ട് കണ്ടിട്ടാണ് പ്രവാചകൻ പറയുന്നത്, ഭക്തൻ പറയുന്നത്, സാരമില്ല, സാരമില്ല. നമ്മളോ വല്ലോ ആയിരുന്നെങ്കിൽ 21 ഇരുന്ന് 40 ഇരുന്ന് 30 ഇരുന്ന് ഇരിക്കാവുന്നതൊക്കെ ഇരുന്നിട്ടും വിടുതൽ ഉണ്ടാകാതിരുന്നല്ലേ. പക്ഷെ പ്രവാചകന്മാർ പറഞ്ഞിട്ടും, ഭാര്യ ത്യജിച്ചു പറയാൻ പറഞ്ഞിട്ടും, അതിന്റെ നടുവിൽ താൻ ഇന്നും ജീവനോടെ ഇരുന്ന് യഹോവയുടെ നന്മ പ്രാപിച്ചതിന്റെ ഏക കാരണം പ്രതിസന്ധിയുടെ നടുവിൽ താൻ ദൈവശബ്ദം കേട്ടതുകൊണ്ടാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, പ്രതിസന്ധിയുടെ നടുവിൽ പിശാചിന്റെ ശബ്ദമല്ല കേൾക്കേണ്ടത്, അത് നിന്നെ തകർത്തു കളയും. പ്രതിസന്ധിയുടെ നടുവിൽ മനുഷ്യന്റെ ശബ്ദമല്ല നീ കേൾക്കേണ്ടത്, മാനുഷിക ശബ്ദം നിനക്കൊരു കെണിയായി പരിണമിക്കപ്പെടും. എന്നാൽ പ്രതിസന്ധികളുടെ നടുവിൽ നീ കേൾക്കേണ്ടത് ദൈവശബ്ദമാണ്. ദൈവശബ്ദം കേട്ടാൽ, ഹന്നയോട് ചോദിച്ചാൽ പറയും, ദൈവശബ്ദം കേട്ടാൽ പിന്നെ കരയത്തില്ല. എത്രയൊക്കെ ഹൂങ്കാരം മുഴക്കിക്കൊണ്ട് വീടിനകത്തു നിന്നും ശബ്ദം പൊങ്ങിയാൽ ഇല്ല, ആ വിശ്വാസമില്ല പെരിരെ, നീ പറയുന്ന ശബ്ദത്തെക്കാളും വാക്കുകളെക്കാളും ഒരു വലിയ ശബ്ദം ഞാൻ കേട്ടു. ആ ശബ്ദത്തിന്റെ മുമ്പിൽ നിന്റെ നെഗറ്റീവ് ജയിക്കത്തില്ല. നീ പറയുന്ന അവൻ ഹൃദയത്തെ മുറിപ്പിക്കുന്ന വാക്കുകൾ എന്റെ മേൽ ജയം എടുക്കത്തില്ല. കാരണം ഞാൻ കേട്ടത് ദൈവശബ്ദമാണ്. ഏലിയുടെ അതരത്തിൽ നിന്ന് കേട്ടത് ഏലിയുടെ ശബ്ദമല്ല, ഏലിയുടെ ശബ്ദത്തെ കവിയുന്ന ഒരു ദൈവശബ്ദം ഞാൻ കേട്ടു. ഇന്ന് പകലിൽ അവൻ ദൈവജനമേ, ദൈവശബ്ദം കേൾക്കുക, ദൈവശബ്ദത്തിലേക്ക് മടങ്ങി വരിക, ദൈവശബ്ദത്തിന്റെ ആഴങ്ങളിലേക്ക് മടങ്ങി വരാൻ ദൈവാത്മാവ് ഇന്ന് പകലിൽ ഇടപെടുക. അടുത്ത പദത്തിലേക്ക് പോകാം. ആമേൻ, സ്തോത്രം. ആവർത്തന പുസ്തകം 5:24 നാം വായിച്ച് 26 വാക്യം ഒന്ന് വായിച്ച്. ഞങ്ങളെ പോലെ യാതൊരു ജഡമെങ്കിലും തീയുടെ നടുവിൽ നിന്ന് സംസാരിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 24 വാക്യത്തിൽ നിന്നും 26 വാക്യത്തിലേക്ക് വന്നപ്പോൾ ചോദിക്കുന്ന അടുത്ത ചോദ്യം കേട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ ശബ്ദം കേട്ട ആരെങ്കിലും ജീവനോടെ ഇരിപ്പുണ്ടോ? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്താ അങ്ങനെ പറയാൻ കാരണം? സർവശക്തനായ ദൈവത്തിന്റെ ശബ്ദം അത് ഭയങ്കരമാണ്. ഞാൻ ആ ശബ്ദത്തിന്റെ പ്രത്യേകതകൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു. തന്റെ വായിലെ ശബ്ദം കൊണ്ടാണ് സൃഷ്ടിപ്പുകൾ മുഴുവൻ ഉളവായിത്തത്. മനുഷ്യനെ മാത്രം തൃക്കരം കൊണ്ട് മെടഞ്ഞുവെങ്കിലും ബാക്കിയുള്ള സൃഷ്ടിപ്പുകൾ മുഴുവനും തന്റെ അധരത്തിൽ നിന്ന് പുറത്തു വരുന്ന ശബ്ദം കൊണ്ടാണ്. അപ്പം ആ ശബ്ദത്തിന് അത്രത്തോളം പ്രാധാന്യതയുണ്ട്. ആ ശബ്ദത്തിന് അത്രത്തോളം ആമേൻ സ്തോത്രം പ്രാധാന്യതയുണ്ട്. ഇവിടെ പറയുക, ഞങ്ങളെ പോലെ യാതൊരു ജഡമെങ്കിലും തീയുടെ നടുവിൽ നിന്ന് സംസാരിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് ജീവനോടെ ഇരുന്നിട്ടുണ്ട്. 2 പദങ്ങൾ എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു. ഒന്ന്, ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത ദൈവങ്ങളും അന്ന് ഉണ്ടായിരുന്നു എന്ന് സാരപ്പോടെ. ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദം. 2ാമത്തെ പദം, ജീവനോടെ ഇരുന്നിട്ടുണ്ടോ? ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദം കേട്ടവർ ജീവനോടെ ഇരുന്നിട്ടുണ്ടോ? സ്തോത്രം. പുതിയ നിയമത്തിനകത്ത് പുത്രനാം ക്രിസ്തുവിന്റെ ശബ്ദം കേട്ടവരുണ്ട്. പഴയ നിയമത്തിനകത്ത് യഹോവയുടെ ശബ്ദം കേട്ടവർ ഒട്ടനവധിയാണ്. ഉൽപ്പത്തി മുതൽ മലാഖി വരെ പഠിക്കുമ്പോഴും ദൈവശബ്ദമാണ് അവരെ നയിച്ചത്. മലാഖിക്കും മത്തായിക്കും ഇടയിലായി ഉള്ള സ്തോത്രം ഹല്ലേലൂയ ഒരു കാലയളവ്, അതിനെ ഡാർക്ക് പീരീഡ്, ഇരുണ്ട കാലഘട്ടം എന്നും ഇരുണ്ട യുഗമെന്നും വിളിക്കപ്പെടുന്നു. 400 വർഷത്തെ ഇടവേള. എന്താണ് ആ ഇടവേളയ്ക്കകത്ത് സംഭവിച്ചത്? ദൈവം ഇടപെടാത്ത കാലയളവ്.
ദൈവം ഒരാളിലൂടെയും തന്റെ ശബ്ദം അറിയിക്കാത്ത കാലയളവ്, ദൈവിക ഇടപെടലുകൾ ഇല്ലാത്ത കാലയളവ്. ആമേൻ. ദൈവം സംസാരിക്കാത്തതും ദൈവം ഇടപെടാത്തതും ദൈവം ഉണ്ടെന്ന് പോലും അറിയാത്തൊരു കാലയളവ്. എന്നാൽ ഇരുണ്ട കാലഘട്ടത്തിന് വിരാമമിട്ടുകൊണ്ട് മരുഭൂമിയിൽ ഒരു ദൈവശബ്ദം മുഴങ്ങി. അതെന്താണെന്നറിയാമോ? ആമേൻ. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണമെന്നുള്ള മരുഭൂമിയിലെ ആദ്യത്തെ ശബ്ദം അത് യോഹന്നാന്റേത്. രണ്ടാമത്തെ ശബ്ദം ആമേൻ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെത്. എങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ആമേൻ വെളിപ്പാട് പുസ്തകത്തിലേക്ക് എത്തുമ്പോൾ ഭക്തന്മാരുടെ ആമേൻ പേരുകൾ ഒട്ടനവധിയാണ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശുവിൽ നിന്നത് ശിഷ്യന്മാരിലേക്ക്, ആമേൻ ശിഷ്യന്മാരിൽ നിന്നും അത് അനേകരിലേക്ക്. ശിഷ്യന്മാരിൽ മാത്രം ഒതുങ്ങിയില്ല. ആമേൻ സ്തോത്രം. തന്റെ ശുശ്രൂഷ വേളയിൽ 12 വരെ അവൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയച്ചതായി തിരുവചനം പറയുന്നു. പലപ്പോഴായി 3 വരെയും ആമേൻ സ്തോത്രം 5 പേരെയും 10 പേരെയൊക്കെ താൻ ശുശ്രൂഷയ്ക്കായി അയച്ചതായി, അവൻ കൈവച്ച് അവരെ അയച്ചതായി തിരുവചനത്തിൽ വായിക്കുന്നു. ആമേൻ സ്തോത്രം. അവരൊക്കെ ആമേൻ ശുശ്രൂഷയുടെ ഒരു ഭാഗവാക്കായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പേരങ്ങോട്ട് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന യോഹന്നാന്റെ ശബ്ദം മുതൽ ഇങ്ങ് വെളിപ്പാട് വരെയുള്ള ദൈവശബ്ദം അവൻ അത് ഭയങ്കരമാണ്. കാതലായ അവൻ ദൈവശബ്ദങ്ങളാണ്, ഈടുറ്റതാണ്. അവൻ പ്രവാചകന്മാരുടെ ദൈവശബ്ദം കേട്ടവരുടെ എണ്ണം കൂടുതലാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശിഷ്യന്മാരുടെ കാലയളവ് വെച്ച് പറഞ്ഞാൽ അവൻ ദൈവശബ്ദം കേൾക്കുക മാത്രമല്ല, അവർ അവരെ കണ്ടിട്ടുണ്ട്. അവൻ പഴയ നിയമ കാലയളവിനകത്ത് അവൻ സ്തോത്രം അവൻ ദൈവശബ്ദം കേട്ട ഒരു വലിയ അവൻ സ്തോത്രം ഒരു വലിയ മഹത്വം. ഞങ്ങളെപ്പോലെ യാതൊരു ജഡമെങ്കിലും തീയുടെ നടുവിൽ നിന്ന് സംസാരിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് ജീവനോടെ ഇരുന്നിട്ടുണ്ടോ? കണ്ടോ, ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് ആമേൻ ജീവനോടെ ഇരുന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യമാണ് ആമേൻ അവിടെ പറയുന്നത്. മോശയുടെ പുസ്തകം ആവർത്തന പുസ്തകത്തിനകത്ത് ഒരു ചോദ്യം, ജീവനോടെ ഇരുന്നിട്ടുണ്ടോ? എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? ആമേൻ സ്തോത്രം. ധൂപം കാട്ടുവാൻ വേണ്ടി അത് വിശുദ്ധ സ്ഥലത്ത് പുരോഹിതന്മാർ കയറി ചൊല്ലുമ്പോൾ, ശക്തമേറിയ ദൈവസാന്നിധ്യം അവിടെ ഇറങ്ങി വരുമ്പോൾ, ആമേൻ സ്തോത്രം പാപം ചെയ്തിട്ടാണ് പുരോഹിതൻ അവിടെ നിൽക്കുന്നതെങ്കിൽ ആമേൻ സ്തോത്രം അവിടെ നിൽക്കുവാൻ കഴിയാതെ വേണം ആ പാപത്തിന്റെ പ്രായശ്ചിത്തമായി മരണം സംഭവിക്കുകയും തന്റെ കാലിൽ ആമേൻ സ്തോത്രം കൊളുത്തിയിട്ട ചെങ്ങല വഴി ജനം അവൻ ആ പുരോഹിതനെ പുറത്തെടുക്കുകയും ചെയ്യുന്ന ഒരു കാലയളവ് പഴയ നിയമ കാലയളവിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതുകൊണ്ടാണ് ആ സാന്നിധ്യത്തെയും ആ ശബ്ദത്തെയും ജനം ഇത്ര വലിയ പ്രാധാന്യത കൊടുത്തത്. പ്രിയരെ, നാം ദൈവശബ്ദത്തിന് പ്രാധാന്യം കൊടുക്കാറുണ്ടോ? ഒരു പ്രതിസന്ധി വരുമ്പോൾ ആദ്യം നാം അന്വേഷിക്കുന്നത് മനുഷ്യന്റെ ശബ്ദമാണ്. ആദ്യം ഒരു പ്രതിസന്ധി വരുമ്പോൾ ആദ്യം നമ്മുടെ കൂടെയുള്ളവരുടെ ശബ്ദം നമ്മൾ അന്വേഷിക്കും. അതിനുശേഷം നാം എത്തപ്പെടുന്ന ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ശബ്ദം നമ്മൾ അന്വേഷിക്കും. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് അവൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നു നോക്കുന്ന നേഴ്സുമാരുടെ ശബ്ദം നമ്മൾ അന്വേഷിക്കും. അങ്ങനെ അങ്ങോട്ട് മാനുഷിക ശബ്ദങ്ങൾക്ക് പുറകെ ഒരു പരക്കം പാച്ചില. എന്നാൽ ഇന്ന് പകലിൽ ആത്മാവിൽ ഞാൻ ദൂത് പറയാം, പ്രതിസന്ധി വരുമ്പോൾ ആദ്യം നീ അനുഭവിക്കേണ്ടത് കേൾക്കേണ്ടതും ദൈവശബ്ദമാണ്. അങ്ങനെ കേട്ടാൽ ആ പ്രതിസന്ധിക്ക് നിന്റെ മേൽ ജയമെടുക്കാൻ സാധ്യമല്ല. നിന്റെ മേൽ ജയമെടുക്കാൻ സാധ്യമല്ല. ഒരു രോഗത്തിനും നിന്റെ മേൽ ജയമെടുക്കാൻ സാധ്യമല്ല. ഒരു പിശാചിനും നിന്റെ മേൽ ജയമെടുക്കാൻ സാധ്യമല്ല. ഒരു ശത്രുവിന്റെ ആധിപത്യങ്ങൾക്ക് നിന്റെ മേൽ ജയമെടുക്കാൻ സാധ്യമല്ല. ദൈവശബ്ദം കേട്ട് അതിന് വില കൊടുക്കാൻ തയ്യാറാകണം. ദൈവശബ്ദം കേട്ട് അതിന് പ്രാധാന്യത കൊടുക്കാൻ തയ്യാറാകണം. ഇന്ന് പകലിൽ ദൈവശബ്ദം കേട്ട് അതിനൊത്തവണ്ണം ചലിച്ചാൽ ഞാൻ നിങ്ങളോട് ആത്മാവിൽ ദൂത് പറയാം. അവൻ പഴയ നിയമത്തിനകത്ത് അവൻ പ്രാർത്ഥിച്ചു കിട്ടിയ മകൻ ശമൂവേല് ദൈവശബ്ദം കേൾപ്പാൻ തയ്യാറായപ്പോൾ അവൻ ഒരു തലമുറ അവനെ അഭിഷക്തൻ എന്ന് പറഞ്ഞെങ്കിൽ, അവനെ പ്രവാചകൻ എന്ന് പറഞ്ഞെങ്കിൽ, ഇന്ന് പകലിൽ ദൈവശബ്ദം കേൾക്കുന്ന വ്യക്തികൾ മോശം ആൾക്കാരല്ല. അവർ വഹിക്കുന്ന അഭിഷേകത്തിന്റെ അളവ്, അവർ വഹിക്കുന്ന ദൈവകൃപയുടെ അളവ് അത്രയ്ക്കും വലുതാണെന്ന് ഇന്ന് പകൽ മറന്നു പോകരുത്. ശമൂവേൽ കേട്ട ദൈവശബ്ദമാണ് പിൽക്കാലത്ത് രാജാക്കന്മാരെ പ്രവാചകന്മാരെ അഭിഷേകം ചെയ്യാൻ കരുത്തുള്ളവരായി ശമൂവേലിന്റെ ശുശ്രൂഷയുടെ തലങ്ങളെ മാറ്റിയതെങ്കിൽ ഇന്ന് പകലിൽ പ്രതിസന്ധിയിൽ തീയുടെ ബലത്തെ കെടുത്താൻ, പ്രതിസന്ധിയിൽ പ്രതികൂലങ്ങളുടെ വാളുകളെ അടപ്പാൻ, പ്രതിസന്ധിക്കകത്ത് അതിനെ ഓവർകം ചെയ്യുവാൻ, അതിനെ അതിജീവിപ്പാൻ ഏക ശബ്ദം ദൈവത്തിന്റെ ശബ്ദമാണ്. ഇന്ന് പകൽ ആ ശബ്ദം നിങ്ങളുടെ വീടിനകത്ത് മുഴങ്ങട്ടെ. രോഗമാണോ? രോഗത്തിനകത്ത്
യേശുവിന്റെ ശബ്ദം മുഴങ്ങിയാൽ സൗഖ്യം വ്യാപരിക്കും. കടഭാരമാണോ, അതിനകത്ത് യേശുവിന്റെ ശബ്ദം മുഴങ്ങിയാൽ യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുളവായി വരും. ആമേൻ, 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 സ്തോത്രം. തടസ്സങ്ങളാണോ, അതിനകത്ത് ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങിയാൽ തടസ്സങ്ങൾ പൊട്ടിമാറും. ഹല്ലേലൂയ. മരണക്കിടക്കയാണോ, അതിനകത്ത് ദൈവശബ്ദം മുഴങ്ങിയാൽ നീ ജീവനോടെ ഇന്ന് ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഇന്ന് പകലിൽ ഏത് മേഖലക്കകത്താണോ, ബിസിനസ് തകർന്നിരിക്കുകയാണോ, അതിനകത്തൊരു ദൈവശബ്ദം മുഴങ്ങിയാൽ ഇതുവരെ ഉണ്ടാകാത്ത വിധത്തിൽ അസാധാരണമായ ഒരു വഴിത്തിരിവ് നിന്റെ ബിസിനസ്സിനകത്ത് ഉണ്ടാകാൻ പോകുന്നു. ഹല്ലേലൂയ. എവിടെയാണ് തച്ചുടഞ്ഞിരിക്കുന്നത്? ശുശ്രൂഷയുടെ തലത്തിലാണോ, അതിനകത്തൊരു ശബ്ദമുണ്ടായാൽ ആമേൻ, 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 പിന്നെ ഒരു ചൂരച്ചെടിയുടെ തണല് നീ അന്വേഷിക്കത്തില്ല. ഇന്ന് പറയും ദൂതിന്റെ ഗൗരവം എത്ര പേർക്ക് മനസ്സിലായി? അവൻ നീ ഇരുന്നത് ചൂരച്ചെടിയുടെ നടുവില്ല. പക്ഷേ ആമേൻ, 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 മാനുഷികമായ ഭയം, മാനുഷികമായ ശബ്ദം നിന്നെ ഭയപ്പെടുത്തിലാക്കി, നിന്നെ ഭയത്തിലാക്കി. ഒരു സ്ത്രീയുടെ ശബ്ദം നിന്നെ ഭയപ്പെടുത്തി, അവൻ ഭയത്തിന് അടിമയാക്കി ചൂരച്ചെടിയുടെ കീഴിൽ കൊണ്ടുവന്ന അവൻ മരിച്ചു കളയണമെന്നുള്ള ചിന്ത പോലും നിന്റെ അകത്ത് ജനിപ്പിക്കുമാർ അവൻ വിഷമുള്ള പിശാച് ഭാഗ്യെങ്കിൽ, മനുഷ്യന്റെ ശബ്ദം ഭാഗ്യെങ്കിൽ, ആ ചൂരച്ചെടിയുടെ കീഴിൽ കിടന്ന നിനക്കൊരു യാത്രയുണ്ട് പ്രവാചകനെ. ഇവിടെ തീർന്നു പോകാനുള്ളതല്ല, ഇവിടെ പട്ടുപോകാനുള്ളതല്ല. അവൻ നീ ഒരു ദൈവശബ്ദം കേൾക്കാൻ പോകുകയാ. ഓ, ഇത് പകൽ ആരോടൊക്കെയോ ദൈവാത്മാവ് പ്രവചിക്കുന്നു, ഈ ചൂരച്ചെടി ലാസ്റ്റ് അല്ല, ഈ പ്രതിസന്ധി അവസാനമല്ല, ഇതിനപ്പുറത്തേക്ക് നിനക്കൊരു യാത്രയുണ്ട്, ഇതിനപ്പുറത്തേക്ക് നീ ഒരു മഹത്വം കാണാൻ പോകുന്നു, ഇതിനപ്പുറത്തേക്ക് നീ ഒരു അവൻ ദൈവിക ഇടപെടലിലേക്ക് കയറാൻ പോകുന്നു. അവൻ ഇന്ന് പകലിൽ വിശ്വസിച്ച ആത്മാവിൽ ജയമെടുക്കുന്ന ദൈവത്തിന് കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്ത് ഒരു വലിയ വിടുതൽ നിന്റെ ലൈഫിനകത്ത് സംഭവിക്കാൻ പോകുന്നു. ഒരു വലിയ വിടുതൽ നിന്റെ ലൈഫിനകത്ത് സംഭവിക്കാൻ പോകുന്നു. ചൂരച്ചെടി കൊണ്ട് ഒതുങ്ങി പോകത്തില്ല, അതിനപ്പുറം ഒരു മഹത്വം വെളിപ്പെടാൻ പോകുന്നു. അതിനപ്പുറം ഒരു ദൈവകരം നിന്റെ അകത്ത് ചലിക്കപ്പെടാൻ പോകുന്നു. ആ ചൂരച്ചെടിയുടെ അടുത്ത് എത്തിച്ചത് മനുഷ്യന്റെ ശബ്ദമാണെങ്കിൽ, പിശാചിന്റെ ശബ്ദമാണെങ്കിൽ, ചൂരച്ചെടിയുടെ കീഴിൽ നിന്നും എഴുന്നേറ്റ ആത്മനിയോഗത്തോടെ താൻ ഓടുന്നത് ദൈവശബ്ദമുണ്ട്. ഇന്ന് പകലിൽ ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുക. മനുഷ്യന്റെ ശബ്ദം നിന്നെ മരണത്തിലേക്ക് നയിക്കുമെങ്കിൽ, മനുഷ്യന്റെ ശബ്ദം നിനക്കൊരു ശുശ്രൂഷ ഇല്ലെന്ന് പറഞ്ഞ് ഒരു സ്ഥലത്ത് നിന്നെ ഇരുത്തിക്കളയുമെങ്കിൽ, ഇന്ന് പകൽ ശത്രു ഇരുത്തിയെ ഇടത്തുന്നത് ദൈവാത്മാവ് ഒരു അടവെന്ന് നിന്റെ കരം പിടിച്ചു നിന്നെ എഴുന്നേൽപ്പിക്കുക. ഈ പകൽ എത്ര പേർക്ക് ഈ ദൂതനാമേ പറയാൻ കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, 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 ആമേൻ. ശത്രു ഇരുത്തിയ കെരീത്തിൽ നിന്നും, ശത്രു ഇരുത്തിക്കളഞ്ഞ കെരീത്തിൽ നിന്നും കരം പിടിച്ചൊരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ച അടുത്ത ഓട്ടത്തിനായി അവനെ സജ്ജമാക്കിയെങ്കിൽ, ഇന്ന് പകലിൽ ശത്രുവിന്റെ ശുശ്രൂഷകളിൽ മുമ്പോട്ട് പോകാതെ വേണം നിന്നെ ഇരുത്തിക്കളഞ്ഞ ഇടത്തു നിന്ന് നിന്നെ ചൂടണമെന്ന് ചൂട് ദൈവശബ്ദം കേൾപ്പിച്ചാൽ, നിന്നെ കരം പിടിച്ചെഴുന്നേൽപ്പിച്ച അടുത്ത ഓട്ടത്തിന് വേണ്ടി ദൈവാത്മാവ് നിന്നെ സജ്ജരാക്കുകയാണ്. ശബ്ദം ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങളെപ്പോലെ യാതൊരു ജഡമകൃതിയുടെ നടുവിൽ നിന്ന് സംസാരിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് ജീവനോടെ ഇരുന്നിട്ടുണ്ടോ? കണ്ടോ, ചൂരച്ചെടിയുടെ കീഴിൽ പ്രവാചകൻ ഇരിക്കപ്പെടും. അവൻ താൻ കേട്ട ദൈവശബ്ദത്തിന് മുമ്പാകെ പ്രവാചകൻ പറയും, ഇനി എനിക്കൊരു ചൂരച്ചെടിയുടെ ആവശ്യമില്ല, ഇനി എനിക്കൊരു ചൂരച്ചെടിയുടെ ആവശ്യമില്ല. എന്താ ഇവിടെ വരാനുള്ള കാരണം? അതൊരു സ്ത്രീയുടെ ശബ്ദമാണ്. എന്താ മരണത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള കാരണം? സ്ത്രീയുടെ ശബ്ദം എന്റെ അകത്തളങ്ങൾ ഭയമുളവാക്കി. അതാണ് എന്റെ മരിക്കണമെന്നുള്ള ചിന്ത എന്റെ അകത്തളങ്ങളിൽ കൊണ്ടുവരുന്നോ ദൈവാത്മാവ് ആരോടോ സംസാരിക്കുക. ആമേൻ, 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 സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ, ആ ചിന്ത എന്റെ അകത്ത് കൊണ്ടിട്ടു. എന്നാൽ ആമേൻ, സ്തോത്രം, ഈ ചൂരച്ചെടി അവസാനം എന്ന് വിചാരിച്ച് ഞാൻ കരുതുമ്പോഴാ എന്നെ തേടി ദൈവശബ്ദം എത്തുന്നത്, എന്നെ തേടി ദൈവശബ്ദം എത്തുന്നത്. കുതിരെ ചൂരച്ചെടിയല്ല, കമ്പാക്ക്. ആമേൻ, മടങ്ങി വരിക, മടങ്ങി വരിക, എഴുന്നേൽക്കുക. കണ്ടോ, ശുശ്രൂഷ ഇല്ല, ഇനി നീ ഓടണ്ട, നിന്റെ ശുശ്രൂഷ പിന്നീട് അത്ഭുതം സംഭവിക്കണ്ട എന്ന് പറഞ്ഞ് നിന്റെ ശുശ്രൂഷകളെ ചൂരച്ചെടിയുടെ കീഴിൽ കൊണ്ട് ഇരുത്തിക്കളഞ്ഞ ദുഷ്ടവ്യാപാരം ഇന്ന് പകലിൽ അതിന്റെ അവൻ പൂർവാധികം ശക്തിയിൽ, അഭിഷേകത്തിന്റെ ശക്തിയിൽ അതിനെ അവൻ വെട്ടിമാറ്റിക്കൊണ്ട് അവൻ ഇന്ന് പകലിൽ ഒരു ദൈവ ശബ്ദം കേട്ട് ചൂരച്ചെടിയുടെ കീഴിൽ നിന്നും നീ എഴുന്നേൽക്കാൻ പോകുക. ഈ ഓട്ടം ക്ഷീണിച്ചവന്റെ ഓട്ടമല്ല, പരാജയപ്പെട്ടവന്റെ ഓട്ടമല്ല, അവൻ 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 എങ്ങും എത്തപ്പെട്ടു പോകാത്തവന്റെ ഓട്ടമല്ല, ഇതൊരു ജയത്തിന്റെ ഓട്ടമാ. എത്ര പേർക്ക് ഈ ദൂത് പിടികിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. സ്ത്രീയുടെ ശബ്ദം എന്നെ കൊന്നുകളയാൻ ശ്രമിച്ചപ്പോൾ, എന്നെ ഭയപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ, ശുശ്രൂഷയിൽ
ഇനി നീ പ്രാർത്ഥിക്കണ്ട എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ ശബ്ദം ഇത് ചൂരച്ചെടിയുടെ കീഴിൽ കെട്ടിയിട്ടപ്പോൾ ആ കെട്ടിനെ പൊട്ടിച്ച് നീ ഫലവത്തായൊരു അവൻ വൃക്ഷമെന്ന് തമുരാൻ കണ്ടപ്പോൾ പരിശുദ്ധാത്മാവ് ചൂടണയുമാതിനെ എഴുന്നേൽപ്പിക്കുകയാണ്. ഓ, ഇന്നലകൾ ചെയ്തതിന്റെ ബാക്കി ചെയ്യാനല്ല, എന്തോ ഒരു പുതിയതൊന്ന് നിന്നിൽ നിന്നും ഉത്ഭവിക്കാനുണ്ട്. ഓ, ആരോടൊക്കെ ദൈവാത്മാവ് ഇടപെടുക. ഇന്നലെ ചെയ്തതല്ല, ഒരു പുതിയതൊന്ന് നിന്നിൽ നിന്ന് ഉത്ഭവിക്കാനുണ്ട്. പ്രവാചക, ഒരു പുതിയതൊന്ന് നിന്നിൽ നിന്ന് ഉത്ഭവിക്കാനുണ്ട്. ആരാധിക്കുന്ന ദൈവമേ, ഒരു പുതിയതൊന്ന് നിന്നിൽ നിന്ന് ഉത്ഭവിക്കാനുണ്ട്. ഇതുപോലെ കാഴ്ചക്കാരെ പോലെ ഇരിക്കാതെ കരമടിച്ച് അല്പസമയങ്ങൾ കർത്താവിനെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരു പുതിയതൊന്ന് നിന്നിൽ നിന്ന് ഉത്ഭവിക്കാനുണ്ട്. ഇരുത്തിയതിനെ ഓർത്ത് സങ്കടപ്പെടേണ്ട, ഇരുന്നതിനെ ഓർത്ത് സങ്കടപ്പെടേണ്ട. ശുശ്രൂഷ ഇല്ലെന്ന് പറഞ്ഞ കളിയാക്കി ഒരു സൈഡിൽ നിന്നെ ഇരുത്തിക്കളഞ്ഞ ദുർവ്യാപാരം ഇന്ന് ദൈവശബ്ദത്തിന്റെ മുമ്പിൽ അഴിയുക. ആരൊക്കെ എഴുന്നേൽക്കുന്നു ഇരുത്തിക്കളഞ്ഞ ഇടത്തു നിന്ന് ആരൊക്കെ എഴുന്നേൽക്കുന്നു. അവൻ പ്രവാചകൻ എന്ന് പറഞ്ഞ ഇടത്ത് ഇപ്പൊ നീ പ്രവചനവും ഇല്ല, പ്രവാചകനുമല്ല, ചൂരച്ചെടിയുടെ കീഴിൽ കിടക്കുക. തീയിറക്കുന്നവൻ എന്ന് പറഞ്ഞെടുത്ത് നീ തീയുമില്ല, വെടിയുമില്ല, പുകയുമില്ലെന്ന് പറഞ്ഞ പോലെ ചൂരച്ചെടിയുടെ നടുവിൽ കീഴിൽ കിടക്കുക. പക്ഷേ ഇന്ന് പകലിൽ അവൻ ദൈവശബ്ദത്തിന് എഴുന്നേൽപ്പിക്കുന്നു, ദൈവശബ്ദത്തിന് എഴുന്നേൽപ്പിക്കുന്നു. ദൈവശബ്ദത്തിന് എഴുന്നേൽപ്പിക്കുന്നു. നിന്റെ സ്ഥലം ഇതല്ല. ആരോടൊക്കെ ദൈവം നിന്റെ സ്ഥലം ഇവിടെയല്ല. ഓ, നിന്റെ സ്ഥലം ഇതല്ല. ഞാൻ നിന്നെ ആക്കി ഇടം ഇവിടെയല്ല. നീ എന്താ ഇവിടെ വന്നോ? എന്തോ ഒരു അസാധാരണമായ തീരകത്ത് ഞാൻ ആക്കിയ ഇടം ഇവിടെയല്ല. എന്താ നിനക്ക് സംഭവിച്ചത്? ഓ, എന്താ നിനക്ക് പറ്റിയത്? ഇതുപോലെ വാതുവെന്ന് പറ. അപ്പാ, പറ്റിപ്പോയി, ഞാൻ ഇവിടെ കിടന്നുപോയപ്പാ. അവൻ ഇന്ന് പകലിൽ ദൈവശബ്ദത്തിന്റെ പുറത്തെടുക്കാൻ പോകുകയാ. ദൈവശബ്ദത്തിന്റെ പുറത്തെടുക്കാൻ പോകുക. കാലഘട്ടത്തിന്റെ പ്രവാചകനാക്കി പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കാൻ അവൻ പ്രയോജനപ്പെടുത്താൻ പോകുക. കാലഘട്ടത്തിന്റെ വെളിപ്പാടുള്ളവരാക്കി ദൈവാത്മാവിനെ പ്രയോജനപ്പെടുത്താൻ പോകുക. ഇവിടെ കൊണ്ട് തീരുന്നതല്ല കുഞ്ഞേ, ഇതിനപ്പുറം ശക്തമേറിയതൊന്ന് നിന്നിൽ നിന്നും അടവട്ടി ഒഴുകുവാനുണ്ട്. ഗലീലല്ല, ചൂരച്ചെടിയല്ല നിന്റെ മരണം നിശ്ചയിക്കുന്നത്. ചൂരച്ചെടിയല്ല നിന്റെ ശുശ്രൂഷയ്ക്ക് വിലയിടുന്നത്. ഇന്ന് പകലിൽ ആരെങ്കിലും നിന്റെ ശുശ്രൂഷയ്ക്ക് വിലയിട്ടെങ്കിൽ, നിനക്ക് പരിമിതികൾ നിശ്ചയിച്ചെങ്കിൽ, ഇന്ന് പകൽ ദൈവാത്മാവ് പറയാ, ഇല്ല കുഞ്ഞെ, അവനും ഇവരുമല്ല നിന്റെ ശുശ്രൂഷയ്ക്ക് പരിധി നിശ്ചയിക്കുന്നത്. അവൻ എന്റെ നിന്റെ ശുശ്രൂഷയ്ക്ക് വിലയിടാൻ മനുഷ്യരാരാ? ശുശ്രൂഷ തമ്പുരാനാണ്. ഇന്ന് പകൽ ചൂരച്ചെടി അല്ല നിന്റെ സ്ഥലം. ഇന്ന് പകൽ ആത്മാവിൽ ആരാധന സ്നേഹത്തിൽ മാത്രം കൊടുത്തേ. ഇത് നിന്റെ സ്ഥലമല്ല, ഇത് ഞാൻ നിന്നെ ആക്കിയ ഇടമല്ല. നീ എന്താ ഇവിടെ വന്നേ? കായിനോട് ചോദിക്കുന്നത് പോലെ അവൻ നിന്റെ സഹോദരന്റെ ശബ്ദം അവൻ എന്നോട് നിലവിളിക്കുന്നു. നീ അവനെ എന്തു ചെയ്തു എന്ന് ചോദിച്ചതുപോലെ നിന്നെ ആക്കിയ സ്ഥലമല്ലോ കുഞ്ഞെ. ഇവിടെ എന്താ നിനക്ക് കാര്യം? ഒരു വാക്യം കൂടെ വായിക്കുമ്പോൾ ഈ പറഞ്ഞ ദൂതിന്റെ ആഴം നിങ്ങൾക്ക് പിടികിട്ടും. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ച. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 13-ാം വാക്യം. ഏലിയാവ് അത് കേട്ടിട്ട് തന്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്ന് ഗുഹാമുഖത്ത് നിന്നു. ഏലിയാവേ, നിനക്ക് കേട്ടോ, നിനക്ക് എന്ത് കാര്യം? ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു. ഓ, കരം ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താണ്. ചിലരോട് ദൈവാത്മാവ് ചോദിക്കുക, ഇവിടെ നിനക്ക് എന്ത് കാര്യം? ഈ പറഞ്ഞു വന്നതിന്റെ ദൂത് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഈ പദവിടെ പറഞ്ഞ് നിർത്താൻ പോവുകയാണ്. കർത്താവിന്റെ ദാസൻ നമ്മുടെ കൂടെ ഉണ്ട്, രാജു പാസ്റ്റർ. കർത്താവിന്റെ ദാസൻ തുടർന്ന് ശുശ്രൂഷിക്കും.
ഏലിയാവ് അത് കേട്ടിട്ട് ഒരു പുതപ്പ് കൊണ്ട് മുഖം മൂടി. ആദ്യത്തെ പദം, ഒരു പുതപ്പ് കൊണ്ട് അവന്റെ മുഖം മൂടി. 2, പുറത്തു വന്നു ഗുഹാമുഖത്ത് നിന്നു. ദൈവത്തിന് സ്തോത്രം. ഈ പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് ദൈവശബ്ദം ഉണ്ടായത്. കണ്ടോ 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 ആ വാക്യം, കേട്ടോ ആ വാക്യം. ഏലിയാവ് അത് കേട്ടിട്ട് ഒരു പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്നു ഗുഹാമുഖത്ത് നിന്നു. അപ്പോഴാ ദൈവശബ്ദം ഉണ്ടായത്. ചില മേഖലയ്ക്ക് അകത്ത് നിൽക്കുന്നിടത്തോളം കാലം ദൈവശബ്ദം ഉണ്ടാവത്തില്ല. വിടേണ്ടത് വിടാതെ അകത്ത് നിൽക്കുന്നിടത്തോളം കാലം ദൈവശബ്ദം ഉണ്ടാകത്തില്ല. ദൈവത്തിന് നിന്നോട് ദേഷ്യം ഉണ്ടായിട്ടില്ല, ദൈവം ശബ്ദിക്കത്തില്ല. കാരണമുണ്ട്. ദൈവം നിന്നോട് ഇടപെടാത്തതിന്റെ കാരണമുണ്ട്. മുഖാമുഖത്ത് വന്നു, പുറത്തു വന്നപ്പോഴാണ് ഏലിയാവിനോട് ദൈവം ഇടപെട്ടത്. ഏലിയാവെ തീയിറക്കിയവൻ, അസാധാരണമായ ശുശ്രൂഷ ചെയ്തവൻ. ഏലിയാവിനെ കുറിച്ച് പറയാൻ 100 നാവുകളുണ്ട്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ, മഴ പെയ്യാതിരിക്കേണ്ടത് മുഴങ്കാലുകൾക്കിടയിൽ തല കയറ്റി വെച്ച് പ്രാർത്ഥിച്ചവൻ. നട്ടുച്ച നേരത്ത് തീ കത്തിച്ചവനല്ല ഏലിയാവ്. നട്ടുച്ച നേരത്ത് വിറകിന്റെ മുകളിൽ വെള്ളം ഒഴിച്ച് ആ നനഞ്ഞ വിറകിനെ കത്തിച്ചവനാ. പ്രാർത്ഥനയിലൂടെ കത്തിച്ചവൻ ഏലിയാവ്. ഏലിയാവിന്റെ മരണശേഷം ഒരു പുതപ്പിന്റെ കൈമാറ്റം സംഭവിക്കും. ജീവനോടെ സ്വർഗത്തിൽ എടുക്കപ്പെട്ടവൻ, മരണം കാണാതെ. ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ ഏലിയാവിനോടാ ദൈവാത്മാവിന്റെ ചോദ്യം. ഇന്ന് പകലിൽ ഈ ആത്മീയ ആരാധനയിൽ സംബന്ധിക്കുന്ന എന്നെ കാണും ദൈവജനത്തോട് പരിശുദ്ധാത്മാവിന്റെ ചോദ്യമാണ്. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിക്കുന്ന ഒരു ശബ്ദമുണ്ട്. ഇപ്പൊ മനസ്സിലായ കാര്യം. ഇതുവരെ ദൈവം നിന്നോട് സംസാരിക്കാനതിന്റെ കാരണം നിന്റെ കയ്യിലെ കുറ്റമാണ്. ഇതുവരെ ദൈവം നിന്നോട് ഇടപെടാനതിന്റെ കാരണം നിന്റെ കയ്യിലെ കുറ്റമാണ്. കൃപാവരം തന്നിട്ട് എന്ത് ചെയ്യും? ഒരിക്കൽ നീ തീ കത്തിച്ചു, അതുകൊണ്ട് മതിയായോ? ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരിക്കൽ നീ അത്ഭുതങ്ങളെ കാണിച്ചു, അത് മതിയായോ? ഒരിക്കൽ നീ മഴ പെയ്യിപ്പിച്ചു, അതുകൊണ്ട് മതിയോ ശുശ്രൂഷ? സ്തോത്രം. ഇവിടെ വന്നപ്പോ ദൈവാത്മ പറയാം, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം? ഇന്ന് പകലിൽ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. കൃപാവരം ഉണ്ടോ? ഉണ്ട്. പ്രയോജനപ്പെടുന്നുണ്ടോ? ഇല്ല. രോഗശക്തി ഉണ്ടോ? ഉണ്ട്. സൗഖ്യമാകുന്നുണ്ടോ? ഇല്ല. പ്രവചനം ഉണ്ടോ? ഉണ്ട്. പ്രവചിക്കുന്നുണ്ടോ? ഇല്ല. എന്താ കാര്യം? മൂർച്ചയില്ലാത്ത ഒരു ആയുധം പോലെയാ. ആയുധം ഉണ്ടോ? ഉണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും മുറിക്കാൻ പറ്റത്തില്ല. പിന്നെ ആയുധം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധീകരണമാണോ? അതെ. കൃപാവരങ്ങളുണ്ടോ? ഉണ്ട്. പക്ഷെ ആ കൃപാവരം മറ്റുള്ളവർക്ക് പ്രയോജനകരമാകുന്നുണ്ടോ? ഇല്ലെങ്കിൽ ദൈവാത്മാവിനൊന്നും ഇടപെടാനില്ല. ദൈവത്തിന് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യം, ഈ ദൂത് ഇന്ന് പകലിൽ നിങ്ങളുടെ അന്തരാത്മാവിൽ സ്വീകരിച്ച് നിങ്ങളായിരിക്കുന്ന ഇടത്തു നിന്നും പുറത്തു വരാൻ ഇന്ന് തീരുമാനമെടുത്താൽ ദൈവം നിങ്ങളുടെ ലൈഫിനകത്ത് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യും. ഒരു മനുഷ്യൻ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കൈകടത്തി ചെയ്യുന്നതിനേക്കാൾ അപ്പുറമായി ദൈവം നിങ്ങളുടെ ലൈഫിനകത്ത് ദൈവം ഇറങ്ങി വന്ന് ചില മിറക്കിളുകൾ ചെയ്തു. പല വിടുതലുകളുടെ തടസ്സം നമ്മളാണ്. ഏലിയാവേ, എന്താ നിനക്ക് സംഭവിച്ചത്? ഏലിയാവിനോട് ചോദിക്കുന്ന ഒരു കാര്യം, ഇവിടെ നിനക്ക് എന്ത് കാര്യം? ഞാൻ അയച്ചിട്ടാണോ നീ വന്നത്? ഇവിടെ നിനക്ക് എന്ത് കാര്യം? ഞാൻ നിന്നെ എവിടെ ആക്കി വെച്ചത്? ഞാൻ നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ എവിടെ? ഇവിടെ നിനക്ക് എന്ത് കാര്യം? മടങ്ങി വരിക. ഒരു ശുദ്ധാത്മാവ് ഇടപെടുക. മടങ്ങി വരിക. ഇന്ന് പകലിലെ ദൈവശബ്ദം ഇതാ. ആമേൻ. ഇവിടെ നിനക്ക് എന്ത് കാര്യം? ഞാൻ നിന്നെ ആക്കിയിരിക്കുന്ന ഇടമാണോ ഇത്? ഞാൻ നിന്നെ നിർത്തിയ പ്ലേസ് ആണോ ഇത്? ഞാൻ നിന്നെ നട്ട ഇടമാണോ ഇത്? ഇവിടെ നിനക്ക് എന്ത് കാര്യം? ഇവിടെ നിനക്ക് എന്ത് കാര്യം? ഇന്ന് പകലിൽ ദൈവത്തിന് പദ്ധതിയില്ലാത്ത ഇടത്ത് നിൽക്കുന്ന ചിലർ ഇതിനകത്തുണ്ട്. കൃപാവരങ്ങളുണ്ട്,
പക്ഷേ അതിനകത്ത് പ്രയോജനപ്പെടാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ചില സ്തോത്രം. ദൈവശബ്ദം കേൾക്കും, ഇന്നും കേൾക്കത്തില്ല. അതെന്താ? ദൈവം 2 ദിവസം ടൂറ് പോകും, അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് ദൈവം ലീവ് എടുത്തു പോകും. എല്ലാ ദിവസവും നിന്നെ ജനിപ്പിച്ചവരുടെ ശബ്ദം നീ കേൾക്കുന്നില്ലേ? നിന്റെ മക്കളുടെ ശബ്ദം നീ കേൾക്കുന്നില്ലേ? ഒരാഴ്ച അവരുടെ ശബ്ദം കേൾക്കാതിരുന്നാലോ? ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മൾ പരിശുദ്ധാത്മ ചോദിക്കുക, നിനക്കെന്താ ഇവിടെ കാര്യം? ഇവിടെ നിനക്ക് എന്ത് കാര്യം? എന്നെ കാണുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയും നിങ്ങളോടുള്ള ദൈവത്തിന്റെ ആലോചനയാണ്. കർത്താവേ, ഞാനിവിടെ കുറെ നാളുകളായി, കുറെ വർഷങ്ങളായി ഈ മണ്ണിനകത്ത് വിടുതൽ നടക്കുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് അത്ഭുതങ്ങൾ നടന്നു, ഒരുപാട് വിടുതൽ നടന്നു. പക്ഷെ ഇവിടെ എന്താ കർത്താവ് വിടുതൽ ഉണ്ടാകാത്തത്? എല്ലാവരോട് ചോദിച്ചു, ഇവിടെ നിനക്ക് എന്ത് കാര്യം? നീ നിൽക്കുന്ന ഇടം ദൈവത്തോട് ചോദിച്ചിട്ട് വന്നതാണ്. നീ ഇപ്പോൾ നിൽക്കുന്ന ഇടം ദൈവത്തോട് ചോദിച്ചിട്ട് നീ വന്നതാണ്. ദൈവം പറഞ്ഞിട്ട് വന്നതാണ്. ദൈവം നിന്നെ നട്ട പ്ലേസാണ്. ദൈവം നിന്നെ ആക്കി വെച്ച സ്ഥലമാണ്. എലിയാവേ, എന്താ നിനക്ക് സംഭവിച്ചു? ഇവിടെ നിനക്ക് എന്ത് കാര്യം? ഇന്ന് പകൽ ഈ ദൈവശബ്ദം എത്ര പേരുടെ ഹൃദയങ്ങളിൽ ആഴമായി ഇറങ്ങി. ഇവിടെ നിനക്ക് എന്ത് കാര്യം? ചുരച്ചെടിയുടെ കീഴിൽ കിടക്കുന്ന ഏലിയാവിനെ പിടിച്ചെടുത്തുകൊണ്ട് അത്ഭുതകരമായ ശുശ്രൂഷയ്ക്ക് കൊണ്ടുപോകുമ്പോൾ പുറത്തു വന്ന് ഗുഹാമുഖത്ത് നിന്നുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവാത്മാവ് ഇടപെടുക. ഇവിടെ നിനക്ക് എന്ത് കാര്യം? ഞാൻ അയച്ച ഇടമാണോ? ഞാൻ പറഞ്ഞ ഇടമാണോ? ഞാൻ കാണിച്ചു തന്ന സ്ഥലമാണോ? ഞാൻ പറഞ്ഞിട്ടാണോ നീ ഇവിടെ വന്നത്? സ്തോത്രം. ഇവിടെ നിനക്ക് എന്ത് കാര്യം? പരിശുദ്ധാത്മാവ് ചിലരോട് ചോദിക്കുന്ന ദൈവശബ്ദമായി, ഇവിടെ നിനക്ക് എന്ത് കാര്യം? ഇവിടെ നിനക്ക് എന്ത് കാര്യം? കമ്പാക്ക്, മടങ്ങി വരാൻ ദൈവാത്മാവ് ആഹ്വാനം ചെയ്യും. ഇന്ന് നാം ചിന്തിച്ചത് ഒന്നാമത്തെ പദം, തീയിൽ നിന്നും നമ്മോട് സംസാരിക്കുന്ന ദൈവം. തീയുടെ നടുവിൽ നിന്ന് സംസാരിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദം. നിങ്ങൾ ശബ്ദം ജീവനോടെ, ശബ്ദം കേട്ടിട്ട് ജീവനോടെ ഇരുന്നിട്ടുള്ളൂ. ഞങ്ങളെ പോലെ യാതൊരു ജഡമെങ്കിലും തീയുടെ നടുവിൽ നിന്ന് സംസാരിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് ജീവനോടെ ഇരുന്നിട്ടുണ്ടോ? ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് ജീവനോടെ ഇരുന്നിട്ടുണ്ടോ? അടുത്ത പദം, എലിയാവേ, നിനക്കെന്താ ഇവിടെ കാര്യം? നിനക്കെന്താ ഇവിടെ കാര്യം? നിനക്കെന്താ ഇവിടെ കാര്യം? നിനക്കെന്താ ഇവിടെ കാര്യം? ഇന്ന് പകരുന്ന ദൈവശബ്ദം ഇതാണ്, നിന്നെ അയക്കാത്ത ഇടത്താണ് നീ ഇപ്പോൾ നിൽക്കുന്നതെങ്കിൽ അയച്ച ഇടത്തേക്ക് പോകാൻ ദൈവാത്മാവ് ഇടപെടുകയും, ദൈവം പറയാത്ത സ്ഥലത്താണ് നീ താമസിക്കുന്നതെങ്കിൽ നിന്റെ താമസത്തിന്റെ കുറ്റി മാറ്റിയടിക്കുക. ദൈവം പറഞ്ഞ ഇടത്ത് നിന്റെ താമസം ഉറപ്പിക്കുക. ഇവിടെ നിനക്ക് എന്ത് കാര്യം? ദൈവത്തോട് ചോദിച്ചിട്ടാണോ നീ ഈ സ്ഥലം ചൂസ് ചെയ്ത്? ദൈവം പറഞ്ഞിട്ടാണോ, ദൈവം ആക്കി വെച്ചിട്ടാണോ നീ ഇവിടെ ആയിരിക്കുന്നത്? ഇല്ലെങ്കിൽ ഈ ശബ്ദം ഏറ്റെടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുന്ന ശബ്ദമല്ല, വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ഇന്ന് മുതൽ നിങ്ങളോട് ഇടുത്ത ദൈവശബ്ദമാണ് ഇടപെടുന്നത്. ഇവിടെ നിനക്ക് എന്ത് കാര്യം? ഞാൻ ആകാത്ത ഇടത്ത് നിന്നെ കണ്ടാൽ ദൈവാത്മാവിന്റെ ചോദ്യം, ഇവിടെ നിനക്ക് എന്ത് കാര്യം? എന്റെ പദ്ധതി ഇല്ലാത്ത വ്യക്തികളോട് നീ ഇടപെട്ടാൽ ദൈവത്തിന്റെ ചോദ്യം, ഇവിടെ നിനക്ക് എന്ത് കാര്യം? എനിക്ക് പദ്ധതി ഇല്ലാത്ത ഇടത്ത് നീ പാർത്താൽ തമ്പുരാന്റെ ചോദ്യം, ഇവിടെ നിനക്ക് എന്ത് കാര്യം? ഇത് പകലിൽ ആ ശബ്ദത്തിന് മുമ്പിൽ നിന്നെ ആക്കിയ ഇടത്ത് നിൽക്കാൻ ദൈവാത്മാവിന്റെ പകൽ ഇടപെടുക. ആക്കാത്ത ഇടത്തു നിന്നാൽ പല കഴിക്കാൻ കഴിയത്തില്ല. ആക്കാത്ത ഇടത്താ നിൽക്കുന്നതെങ്കിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആക്കിയ ഇടത്താണ് നീ നിൽക്കുന്നതെങ്കിൽ പ്രതിസന്ധിക്കകത്തും ദൈവം വഴി തുറക്കും.
സ്തോത്രം. ആക്കാത്ത ഇടത്താണെങ്കിൽ ആക്കാത്ത ബന്ധങ്ങൾ നിനക്കുണ്ടാകും. ആ ബന്ധങ്ങൾ വഴി ആമേൻ സ്തോത്രം ജീവിതത്തിൽ ആമേൻ സ്തോത്രം ജീവിതത്തിൽ ദൈവശബ്ദത്തിനപ്പുറമായി മാനുഷിക ശബ്ദം നിന്റെ ജീവിതത്തെ ഭരിക്കാൻ തുടങ്ങും. ദൈവശബ്ദത്തിൽ നിന്നും അകന്നു പോകും. അതാണ് എലിയാവിനോട് ദൈവം ചോദിച്ചത്, നിനക്കെന്താ ഇവിടെ കാര്യം? ഞാൻ അയച്ച ഇടത്തല്ലല്ലോ, ഞാൻ ആ കീടത്തല്ലല്ലോ, എന്താ നിനക്കിവിടെ കാര്യം? ചിലർ പറയാറുണ്ട്, പാസ്റ്ററേ ഞങ്ങൾ നേരത്തെ താമസിച്ച പഴയ വീടിനകത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു, ഈ വീട്ടിൽ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്. ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ സമ്പത്ത് മൊത്തം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ഈ വീട്ടിൽ വന്നു കയറിയതിനു ശേഷമാണ് വീടിനകത്ത് മരണം സംഭവിച്ചത്. ഈ വീട്ടിൽ വന്നു കയറിയതിനു ശേഷമാണ് രോഗങ്ങൾ തുടങ്ങിയത്. ദൈവത്തിന്റെ ചോദ്യം, ഇവിടെ നിനക്കെന്ത് കാര്യം? ഞാൻ പറഞ്ഞ ദൂതിന്റെ അർത്ഥം നിങ്ങൾക്ക് എത്രത്തോളം പിടികിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ദൈവത്തിന്റെ ചോദ്യം, ഇവിടെ നിനക്ക് എന്ത് കാര്യം? ദൈവം പറഞ്ഞിട്ടാണോ നീ ഇവിടെ വന്നത്? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചിലയിടങ്ങളിലേക്ക് ശുശ്രൂഷയ്ക്കായി കടന്നു പോകുമ്പോൾ ഒരാത്മീക വിടുതലും അവിടെ ചലിക്കാതെ ഇരിക്കുമ്പോൾ, ഒരു ദൈവപ്രവർത്തികളോട് സംഭവിക്കാതെ ഇരിക്കുമ്പോൾ, എന്താ കർത്താവേ ഇവിടെ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിന് ചോദിക്കാനുള്ള ചോദ്യവും, നിനക്ക് ഇവിടെ എന്ത് കാര്യം? ഞാൻ അയച്ചിട്ടാണോ നീ വന്നത്? ഞാൻ നിന്നോട് പറഞ്ഞിട്ടാണോ നീ ഇവിടെ വന്നത്? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവിതത്തിനകത്തുള്ള സമസ്ത വിഷയത്തിനകത്തും ദൈവനിയോഗവും ദൈവഹിതവും ഇല്ലാതെയാണ് നീ ആയിരിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ ചോദ്യം അതാണ്, ഇവിടെ നിനക്ക് എന്ത് കാര്യം? ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണോ? പ്രവർത്തിക്കാം. മടങ്ങി വരിക. ദൈവം നിന്നെ ആക്കി വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തല്ല നീ നിൽക്കുന്നതെങ്കിൽ ദൈവം നിന്നെ ആക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിലേക്ക് മടങ്ങി വരാൻ ദൈവാത്മാവ് ഇടപെടുകയാണ്. നിന്നെ ആക്കാത്ത ശുശ്രൂഷയാണ് നീ ചെയ്യുന്നതെങ്കിൽ നിന്നെ ആക്കി വെച്ച ആത്മീക ശുശ്രൂഷയിലേക്ക് മടങ്ങി വരിക. അല്ലാത്തടത്തോളം കാലം ഫലം കായ്ക്കത്തില്ല. ഫലമുണ്ട്, ആർക്കും പ്രയോജനമില്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കൃപാവരമുണ്ട്, രോഗശാന്തിയുണ്ട്, വെളിപ്പാടുണ്ട്, എല്ലാം ഉണ്ടാകും. എന്താ പ്രശ്നം? നിന്റെ രോഗശാന്തി ഏതെങ്കിലും രോഗിയെ സൗഖ്യമാക്കാൻ ഉപകരിക്കുന്നുണ്ടോ? ഇല്ല. നിന്റെ പ്രവചനം അനേകരോട് പ്രവചിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതാ പ്രശ്നം. എനിക്ക് ദൈവത്തിന്റെ ചോദ്യം ഇതാണ്, ഇവിടെ നിനക്കെന്ത് കാര്യം? ദൈവം അയച്ച ഇടത്തേക്ക് മടങ്ങി വരിക. ദൈവം നിർത്തിയ ഇടത്തേക്ക് മടങ്ങി വരിക. ഇത് പകൽ ദൈവത്തിന് മുമ്പിൽ എത്ര പേർക്ക് കർത്തൃകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കും? ദൈവം അയച്ച ഇടത്ത്, ദൈവം നിർത്തിയ ഇടത്ത്, ദൈവം കേൾപ്പിച്ച ശബ്ദത്തിനകത്തു നിന്നുകൊണ്ട് ചലിപ്പാൻ. അതാകുന്ന ദൈവശക്തി, അതാകുന്ന ദൈവശക്തി. പ്രിയരെ, പുതിയ നിയമത്തിലേക്ക് ഒരു പദം കൂടെ പറഞ്ഞു നിർത്താം. ദൈവത്തിന് മാത്രമാണ് എടുക്കണ്ട. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ തള്ളി പറഞ്ഞവരാണ്, പിന്നെ അറിയത്തില്ലെന്ന് പറഞ്ഞ് പലാകാനും ആണയിടാനും തുടങ്ങിയവരാണ്. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, 11 എണ്ണത്തിനും ഇല്ലാത്ത വെളിപ്പാട് പറഞ്ഞവരാണ് ഈ പത്രോസ്. ഞാൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള ചോദ്യം പല മറുപടികൾ വന്നുവെങ്കിലും യേശു കുറച്ചും കൂടെ ആഴത്തിൽ അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? 11 എണ്ണവും മൗനമായി നിന്നപ്പോൾ ഒരുവൻ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. 11 എണ്ണത്തിനും ഇല്ലാത്ത വെളിപ്പാട് പ്രാപിച്ചവൻ. ഇപ്പൊ എന്തോ പറ്റി? മരിക്കുമെന്ന് പറഞ്ഞപ്പോഴില്ല, ഞാൻ നിന്റെ കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ തയ്യാറാന്ന് പറഞ്ഞവൻ. ഇപ്പൊ എന്തോ പറ്റി? എന്തോ പറ്റി പത്രോസ്? നിനക്ക് എന്തോ പറ്റി?
തള്ളിപ്പറയാനും ആണയിടാനും തുടങ്ങി. തള്ളിപ്പറയാനും ആണയിടാനും തുടങ്ങിയ പത്രോസിനെ ദൈവം കൈവിട്ടില്ല കേട്ടോ, ദൈവം ഉപേക്ഷിച്ചില്ല. താൻ എടുക്കപ്പെടുന്നതിനു മുമ്പ് 40-ൽ അധികം ആളുകൾക്ക് താൻ ജീവിച്ചിരിക്കുന്ന അനേകം വൃത്താന്തങ്ങളിൽ തെളിയിക്കുകയും ചില ദിവസങ്ങളിൽ ഭൂമിയിൽ പാർക്കുകയും താൻ ചെയ്തു. ആ പാർത്ത ദിവസങ്ങളിൽ ഒന്ന് പത്രോസിനെ കണ്ടുമുട്ടാൻ വേണ്ടി പോയി. നിങ്ങൾ കേൾക്കണം, കടലിന്റെ മീതെ നടന്നവനാ പത്രോസ്, വെളിപ്പാട് പ്രാപിച്ച വെളിപ്പാടുള്ളവനാ പത്രോസ്. സ്തോത്രം. അത്ഭുതങ്ങൾ കണ്ടവനാ പത്രോസ്, വിടുതലുകൾ കണ്ടവനാണ് പത്രോസ്. പത്രോസിനോട് പുത്രനായ ക്രിസ്തു വാഗ്ദത്തം, ആലോചന, പ്രവചന ശബ്ദം കേട്ടവനാണ് പത്രോസ്. ഇപ്പൊ എവിടാ നിൽക്കുന്നത്? പഴയ പടകും പഴയ വലയുമായി പരാജയപ്പെട്ട പരാജിതനായ തിബരിയാസിന്റെ കടൽ തീരത്ത് അവൻ നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ചോദ്യം, പത്രോസേ, നിനക്ക് എന്താ ഇവിടെ കാര്യം? നിന്നെ ഞാൻ ആക്കി വെച്ചത് എവിടെയാണ്? ഈ തിബരിയാസിന്റെ കടൽ തീരത്ത് നിനക്ക് എന്താ കാര്യം? ആദ്യം ഇടപെട്ടപ്പോൾ മനസ്സിലായില്ലെങ്കിൽ അവസാനം മനസ്സിലായി തന്റെ പ്രാണനാഥനായ കർത്താവാണ്. പക്ഷെ കർത്താവ് ഒറ്റ കാര്യം പത്രോസിനോട് പറഞ്ഞോളൂ, കുഞ്ഞേ, ഈ തിബരിയാസിന്റെ കടൽ തീരത്ത് കീറിപ്പോയ വലയും പടകുമായി നിൽക്കാനല്ല ഞാൻ നിന്നെ വിളിച്ചത്. പത്രോസേ, നിനക്ക് എന്താ ഇവിടെ കാര്യം? ഒരു ദൂത് നിന്റെ മേലുണ്ട്. എന്താ ദൂത്? നീ മത്സ്യത്തെ പിടിക്കുന്നവരല്ല, നീ മനുഷ്യനെ പിടിക്കുന്നവരാക്കുമെന്നുള്ള ദൂത്. പക്ഷെ ഇപ്പോൾ നീ എവിടെ പത്രോസേ നിൽക്കുന്നത്? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരാജയപ്പെട്ടു പോകുന്ന തിബരിയാസിന്റെ കടൽ തീരത്ത് നിൽക്കുമ്പോഴും ഞാൻ നിങ്ങളോട് പറയാം, 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളെ അവൻ മുൾക്കിരീടവും ധരിപ്പിച്ച് അവൻ ആ ക്രൂശിതനായി കിടത്തുമ്പോഴും ആ ക്രൂശിനെ ജയിച്ച് അഴിമത്യക്കാരൻ ജോസഫിന്റെ കല്ലറയെ ജയിച്ച് മരണത്തെയും പാതാളത്തിന്റെ താക്കോൽ കൈവശമുള്ളവൻ നിനക്കെന്താ ഇവിടെ കാര്യമെന്ന് ചോദിക്കാൻ അധികാരമുള്ളവൻ, പരാജയപ്പെട്ട് പിന്മാറ്റത്തിൽ പോയവന്റെ അടുക്കൽ ചെന്നിട്ട് അവനോട് പറയുക, നീ ഇവിടെ നിന്നാൽ നീ കേട്ട ദൈവശബ്ദം നിവർത്തിയാകത്തില്ല. കുഞ്ഞേ, നിന്റെ സ്ഥലം പരാജയപ്പെട്ട തിബരിയാസ് അല്ല, നിന്റെ സ്ഥലം വിരിച്ചൊരുക്കിയ മാളികമുറിയ. അതിനകത്ത് നിന്റെ മേലൊരു പകർച്ച സംഭവിക്കാൻ പോകുന്നു, അതിനകത്ത് നിന്റെ മേലൊരു ഇടപെടൽ സംഭവിക്കാൻ പോകുന്നു, അതിനകത്ത് ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. എത്ര പേർക്ക് ഈ ദൂത് പിടികിട്ടി? അതെ, നീ നിൽക്കുന്ന ഇടം ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നു, ഇവിടെ നിനക്ക് എന്ത് കാര്യം? പത്രോസേ, തിബരിയാസിൽ നിന്നാൽ നീ എന്ന് മുക്കുവനായി നിന്റെ ജീവിതം തീരും. എന്നാൽ മാളിക മുറിക്കകത്തേക്ക് വന്നാൽ ഒറ്റ പ്രസംഗത്തിൽ 3000 എണ്ണത്തെ വിടുവിപ്പാൻ അവിടെ ഒന്നും തീരുന്നില്ല. അമ്മയുടെ ഗർഭം മുതൽ മുടന്തരായ മനുഷ്യനെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കാനുള്ള അസാധാരണമായ അഭിഷേകത്തിന്റെ പകർച്ച നിന്റെ മുന്നിൽ അടിക്കുമ്പോൾ അവൻ രോഗി സൗഖ്യമാകുന്ന, നിന്റെ റൂമാല് കൊണ്ടിടുമ്പോൾ ദുരാത്മാക്കൾ ഇളകിപ്പോകുന്ന ഒരത്യന്ത അഭിഷേകത്തിന്റെ ശുശ്രൂഷ നിന്നിലൂടെ പുറത്തു വരണമെങ്കിൽ നീ തിബരിയാസിൽ നിന്നാൽ പോരാ, നീ മടങ്ങി വരണം. എലിയാവേ, നീ ചൂരച്ചെടിയുടെ കീഴിലല്ല നിന്റെ സ്ഥലം, നീ മടങ്ങി വരിക. ചൂരച്ചെടി ഞാൻ നിന്നെ ആക്കിയ ഇടം അല്ല. പത്രോസേ, തിബരിയാസിന്റെ കടൽ തീരം ഞാൻ നിന്നെ ആക്കിയ സ്ഥലമല്ല. ഞാൻ നിന്നെ ആക്കിയ ഇടത്തേക്ക് മടങ്ങി വരിക. ആക്കാത്ത ഇടത്ത് നിന്നാൽ നിന്റെ പേരൊന്നും മുക്കുവൻ തന്നെയാണ്. പുസ്തകത്തിൽ നിന്റെ പേര് കാണത്തില്ല. പത്രോസേ, ഞാൻ ആക്കിയ മാളിക മുറിക്കകത്തേക്ക് വരാമെങ്കിൽ കാലങ്ങൾ കഴിഞ്ഞാലും നിന്റെ പേരും ലോകരാജ്യങ്ങളിൽ പ്രസംഗിക്കപ്പെടും. നിന്റെ പേരും ചർച്ചാ വിഷയമായി തീരും. നിന്റെ പേരിൽ അനേകം വിശ്വാസമേൽക്കുമോ?
എത്ര പേർക്ക് ആ ദൂത് പിടികിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് പകലിൽ ശക്തമേറിയ ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് മുഴങ്ങുകയാ. നിനക്ക് ആമേൻ പുസ്തകത്തിൽ പേര് വരണമോ? ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ലോകം മുഴുവനും ആമേൻ നിന്റെ പേര് പറഞ്ഞ്, ആമേൻ നീ ചെയ്ത വിടുതലുകൾ പറഞ്ഞ് യേശുവിന്റെ നാമത്തെ ഉയർത്തണമെങ്കിൽ തിബരിയാസ് അല്ല നിന്റെ സ്ഥലം വിരിച്ചൊരുക്കിയ മാളിക മുറിയ, മർക്കോസിന്റെ മാളിക മുറിയ. അവിടെ ഒരു പകർച്ച നിന്റെ മേൽ സംഭവിക്കാനുണ്ട്. അവിടെ നിന്റെ ശുശ്രൂഷ തുടങ്ങാൻ പോകുക. ഞാൻ നിങ്ങളോട് പറയട്ടെ, മാനുഷിക ശബ്ദം തിബരിയാസിന്റെ കടൽ തീരത്തുകൊണ്ട് നിർത്തിയപ്പോൾ ദൈവ ശബ്ദം പരാജയപ്പെട്ടു പോകുന്നവരെ അവിടെ നിന്നും പിടിച്ച് മാളിക മുറിക്കകത്ത് അവരെ കൊണ്ട് നിർത്തുകയാ. അവൻ വിജയിച്ചവൻ. ഹല്ലേലൂയ. എന്തിനാണെന്നറിയാമോ? ജീവിതത്തിന്റെ അവസാനം മാനുഷിക ശബ്ദം അവനെ പരാജയത്തിൽ കൊണ്ടെത്തിച്ചപ്പോൾ ദൈവ ശബ്ദം വിജയത്തിലേക്ക് കൊണ്ടെത്തിച്ചു. കണ്ടോ എന്താണ് അവൻ ബാക്കി 12 അപ്പോസ്തലന്മാരുണ്ടായിട്ടും എന്തുകൊണ്ടാ ആദ്യത്തെ പ്രസംഗത്തിൽ പത്രോസിന് അവസരം കിട്ടിയത്? എന്തുകൊണ്ടാ ദൈവത്തിന്റെ ആത്മാവ് പത്രോസിനെ മാളിക മുറിക്കകത്ത് നിന്ന് എഴുന്നേൽപ്പിച്ചത്? 1-2 കാരണങ്ങളുണ്ട്. കുഞ്ഞേ, ഇതല്ല നിന്റെ ഡെസ്റ്റിനേഷൻ, നിന്റെ സ്ഥലം. അവൻ സ്തോത്രം, അവൻ മാളിക മുറിയിലേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല കർത്താവേ, എനിക്ക് ഈ പടയും വലയും മതി എന്ന് പറഞ്ഞ് നിന്നില്ല. അവൻ സകലതും ഉപേക്ഷിച്ച് പോയി. എവിടേക്ക്? മാളിക മുറിയിലേക്ക്. എന്തിനു വേണ്ടി? പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ. ഇന്ന് പകൽ ഈ ദൂരത്ര പേർക്ക് പിടികിട്ടുന്നില്ല. ദൈവശബ്ദം ഭയങ്കരമാട്ടോ. ദൈവശബ്ദം ഭയങ്കരമാ. ദൈവശബ്ദത്തോട് വ്യാജം കാണിക്കരുത്. ദൈവശബ്ദത്തോട് വ്യാജം കാണിച്ചാൽ പ്രശ്നമാകും. ദൈവശബ്ദത്തോട് വ്യാജം കാണിക്കരുത്. പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ദൈവശബ്ദത്തോട് വ്യാജം കാണിച്ച 2 പേർ, അനനിയാസും സഫീറയും, നിലവിട്ടിട്ട് അത് മുഴുവനായി പത്രോസിന്റെ കയ്യിൽ അതുകൊണ്ട് കൊടുക്കരുത്. പത്രോസ് പറയുക, അവൻ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ പിശാചിന്റെ ഹൃദയത്തെ കവർന്നു പോകും. കണ്ടോ? പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കരുത്. ദൈവശബ്ദത്തോട് വ്യാജം കാണിക്കരുത്. ദൈവശബ്ദത്തോട് ആമേൻ പരിഗണിക്കുക. ദൈവശബ്ദത്തെ അനുസരിക്കണോ? തിബരിയാസിന്റെ പരാജിതരായ തിബരിയാസിന്റെ കടൽ തീരത്ത് നിൽക്കുന്ന മനുഷ്യനെ പിടിച്ചുകൊണ്ട് ആമേൻ വിജയത്തിന്റെ മാളിക മുറിക്കകത്തേക്ക് കൊണ്ടിടുമ്പോഴും ആമേൻ 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 അവിടെ ഫസ്റ്റ് മിനിസ്ട്രി അവിടെ കണ്ടോ 12 എണ്ണം ഉണ്ടായിട്ടും പത്രോസിന്റെ മിനിസ്ട്രി മർക്കോസിന്റെ മാളിക മുറിയിൽ തുടങ്ങി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. പത്രോസിന്റെ മിനിസ്ട്രി അവിടെ തുടങ്ങുകയാ. ബാക്കി 11 എണ്ണവും പ്രാപിക്കാത്ത വെളിപ്പാട് പ്രാപിച്ചവനാ. ആമേൻ. ആദ്യത്തെ യോഗത്തിൽ ആദ്യത്തെ പ്രസംഗം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്റെ കുഞ്ഞേ, നിന്നെ വിളിച്ചത് മഹത്വകരമായ ശുശ്രൂഷയ്ക്കാ. നീ ചെറിയ പണിയുമായി തിബരിയാസിൽ നിൽക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. അവൻ ഇത് നിന്റെ സ്ഥലമല്ല. ഇതല്ല നിന്റെ സ്ഥലം. നിനക്കെന്താ ഇവിടെ കാര്യം? ആ പദത്തിന്റെ അർത്ഥം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാ. ആമൻ. നിനക്കെന്താ ഇവിടെ കാര്യം? ഏതെങ്കിലും വ്യക്തികൾ ആമൻ സ്തോത്രം ചൂരച്ചെടിയുടെ കീഴിൽ കിടക്കുന്നുവെങ്കിൽ, ഏതെങ്കിലും വ്യക്തികൾ മുഖാമുഖത്ത് നിൽക്കുന്നുവെങ്കിൽ, ഏതെങ്കിലും വ്യക്തികൾ തിബരിയാസിന്റെ കടൽത്തീരത്ത് നിൽക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവ് പറയുക, വിജയത്തിന്റെ മാളിക മുറിയിലേക്ക് കയറി വാ. ഞാൻ നിന്നെ ജയിപ്പിക്കാൻ പദ്ധതിയുണ്ട്. ഇതുവരെ നീ കണ്ടതല്ല, ഇതുവരെ നീ കാണാത്ത ചിലത് നിന്നിൽ നിന്നും പുറത്തു വരാം. ദൈവത്തിന് ഒരണക്കെട്ട് പൊട്ടുമ്പോൾ ശക്തമായി വെള്ളമൊഴുകുന്നത് പോലെ നിന്റെ അകത്തു നിന്ന് അഭിഷേകത്തിന്റെ പ്രസരിപ്പ് പൊട്ടിയൊഴുകുന്ന വിധത്തിൽ ആത്മനില തുറപ്പാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുക. ദൈവശബ്ദത്തിന്റെ 2ാം ഭാഗം ഞാൻ ഇവിടെ കൊണ്ട് ആമൻ നിർത്തുക. ആമൻ. ദൂത് തീർന്നിട്ടില്ല. ദൈവശബ്ദം ആമൻ വീണ്ടും തുടങ്ങിയ. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ചയിൽ ദൈവശബ്ദത്തിന്റെ ബാക്കി ആമൻ സ്തോത്രം നിങ്ങളോട് സംസാരിപ്പാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക. ആമൻ സ്തോത്രം. ദൈവശബ്ദത്തിന് വേണ്ടി കാതോർക്കുക. ദൈവശബ്ദത്തിന് മാത്രമേ നിങ്ങളെ ജയിപ്പിക്കാൻ കഴിയൂ. ദൈവശബ്ദത്തിന് മാത്രമേ നിങ്ങളുടെ ലൈഫിൽ മാറ്റം തരാൻ കഴിയൂ. ദൈവശബ്ദത്തിന് മാത്രമേ അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം നയിപ്പാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കൂ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ കടകളും ദൈവസ്ഥലാണ്.